ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം വൈവിധ്യതയുടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ഇവിടെ ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ ലോകം എന്തോ നശിച്ചു പോയിട്ടുണ്ടാവും. കാരണം അവരെന്താ വിചാരിച്ചത്, എല്ലാവരും മാത്സ് പഠിപ്പിക്കണം, എല്ലാവരും ഒരുപോലെ ബയോളജി പഠിപ്പിക്കണം, എല്ലാവരും കെമിസ്ട്രി പഠിപ്പിക്കണം. ഇതാണ് ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസം. ആണോ? ഹിന്ദുമതത്തിൽ അങ്ങനെയല്ല. ഹിന്ദുമതത്തിൽ ഓരോരുത്തരുടെയും കഴിവുകൾ വളർത്തുന്ന വിദ്യാഭ്യാസമായിരുന്നു അന്ന്. നിങ്ങൾ നോക്കൂ, സൈനിക വിദ്യാഭ്യാസം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ മഹാഭാരതത്തിൽ ദ്രോണാചാര്യൻ എന്നൊരു ഗുരു പാണ്ഡവരെ ഒക്കെ പഠിപ്പിക്കുന്നത് ഒരേ വിദ്യയൊന്നല്ല. ദുര്യോധനെ പഠിപ്പിക്കുന്നതും അർജുനനെ പഠിപ്പിക്കുന്നതും എന്താ ഒന്നും മിണ്ടാത്തത്? അർജുനൻ ഏതിലാണോ കഴിവ് അതല്ലേ പഠിപ്പിക്കുന്നത്? ആണോ അല്ലയോ? അതല്ലേ ശരിക്കുള്ള വിദ്യ എന്ന് പറയുന്നത്? ആണോ? ഇന്നിപ്പം നമ്മുടെ കുട്ടികൾക്ക് 10ാം ക്ലാസ് വരെ ചോയ്സ് ഉണ്ടോ? അതിന് ഇല്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ അവർക്ക് ജീവിതത്തോട് മടുപ്പും മുരടിപ്പും വിരസതയും വരുമോ ഇല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഈ കുട്ടികൾ വളർന്നു വരും തോറും ആ ചിന്ത അവിടെ കിടക്കൂ. ജീവിതത്തിൽ എവിടെയോ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, കഴിവില്ലാത്തവരായി പോയി എന്നുള്ളൊരു തോന്നൽ വരുമോ? ഇത് മാറ്റിയെടുക്കണ്ടേ നമുക്ക്? ഇപ്പം കുട്ടികളുടെ ഉള്ളിൽ അപകർഷതാബോധം വരരുത്. അവരുടെ ഉള്ളിൽ നിന്നത് മാറ്റണം. ഇപ്പം എന്താ മാറ്റേണ്ടത്? എനിക്ക് സ്വന്തമായി വ്യക്തമായൊരു ദൈവീകമായൊരു കഴിവുണ്ട്, അത് കണ്ടെത്തണം. അപ്പം അതിനാണ് നമ്മൾ നാമജപങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ്? അപ്പം വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഋഷിവര്യന്മാർ ഭാവന ചെയ്ത് നമുക്ക് മനസ്സിലായില്ല. എന്തിനാ നാമം ജപിക്കുന്നത്? നിങ്ങൾ പറയൂ, നിങ്ങൾ എന്തിനാ നാമം ജപിക്കുന്നത്? നാമം ചൊല്ലുന്നവരുണ്ടോ? ഉണ്ടോ? എന്തിനാ നാമം ജപിക്കുന്നത്? എന്തിനാ നാമം ജപിക്കുന്നത്? കഷ്ടം, ഞാൻ അമ്പലത്തിൽ നിന്നാ ചോദിക്കുന്നത്. എന്തിനാ നാമം ചൊല്ലിക്കുന്നത്? സാധാരണ ചോദ്യം ചോദിച്ചിരുന്നു. എന്തിനാ നാമം ചൊല്ലുന്നത്? മനസ്സ് നന്നാവാനാണ്. ഈ ജന്മം നന്നാവുമോ? സത്യം പറയൂ നിങ്ങൾ. ഇത്രയും കാലം നാമം ചൊല്ലിയിട്ടും ആ മക്കൾ ചോദിക്കുന്നത് അച്ഛനോട്, നിങ്ങളുടെയൊക്കെ മനസ്സ് എന്നാ നന്നാവാനാ? ഭാര്യ ചോദിച്ചിട്ടില്ല? എന്തോന്നും മിണ്ടാത്തത്? ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? എന്താ മിണ്ടാത്തത്? ചില ബേസിക് സ്വഭാവങ്ങൾ പെട്ടെന്ന് മാറുമോ? ഇല്ല. നാമം ചൊല്ലുന്നത് മനസ്സ് നന്നാക്കാനൊന്നല്ല. പിന്നെ എന്തിനാ നാമം ചൊല്ലുന്നത്? സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ. അത് തിരിച്ചറിവുണ്ടാവുമോ? നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തതയില്ലായ്മ നമുക്കുണ്ട്. സത്യം പറഞ്ഞാൽ വ്യക്തതയുണ്ടോ? സത്യം പറയൂ നിങ്ങൾ. എത്രയോ കാലമായി അമ്പലത്തിൽ പോകണം, എന്നിട്ട് വെറുതെ പോയിട്ട് നമുക്കൊരു പിടിയൊന്നുമില്ല. എന്താ ഒന്നും വേണ്ടാത്തത്? നിങ്ങൾ എല്ലാവരും കറങ്ങുന്നു, കൂട്ടത്തിൽ ഞാനും കറങ്ങണം. ആണോ? കുട്ടികളും അതുപോലെ നിങ്ങൾ കറങ്ങുന്നിടത്തൊക്കെ കറങ്ങും. ആ കൊച്ചുകുട്ടികളൊക്കെ ചിലപ്പോൾ കാണാം. ഒരിക്കലും ഞാൻ നോക്കുകയാണ്, ഗുരുവായൂരിലിരിക്കുന്ന സമയത്ത് ഒരു അമ്മ കുനിയുന്നു, കുട്ടി അവിടെ കുനിയണു. അപ്പോൾ കുട്ടിയുടെ വിചാരം അമ്മ എന്തോ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കുനിഞ്ഞത് എന്നാണ്. ചെറിയ കൊച്ചുകുട്ടി. പിന്നെയാണ് മനസ്സിലായത് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വീണതെടുക്കാനാണ് അമ്മ കുനിഞ്ഞതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുട്ടികളെ ശീലിപ്പിച്ചത്. എവിടെയൊക്കെ കുനിയുന്നുണ്ടോ അവിടെയൊക്കെ ആരും കുനിയണം? മക്കളും കുനിയണമെന്ന്. വിവരം ഉണ്ടായിട്ടാണോ കുനിയിപ്പിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം നമ്മുടെ സംസ്കൃതിയെ നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇല്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, നാമം ജപിക്കുന്നത് ഇതൊരു വലിയ സയൻസാണ്. പൂർവികർക്ക് മനസ്സിലായി, ഒരു സ്വഭാവത്തെയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഒരു സ്വഭാവത്തെയും മാറ്റാൻ പറ്റില്ല. അതാണ് നോക്കൂ, എനിക്ക് ഭാഗവതത്തോടൊക്കെ ഉള്ള ഒരു ആദരവ് എന്താ വെച്ചാൽ, ഇന്നത്തെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്, ഐൻസ്റ്റീനൊക്കെ കണ്ടെത്തിയ സയൻസ് ഉണ്ടല്ലോ, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനസ്സിലാക്കി. അവർ മനസ്സിലാക്കി, മനസ്സെന്ന ഊർജശക്തിയെ നമുക്ക് ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. ഇത് നോക്കൂ, ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് മുമ്പ് ഭാരതീയർ പാടിയിട്ടുണ്ട്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം. അപ്പൊ അതിൻ്റെ അർത്ഥം അത് നശിക്കില്ല എന്ന് ഉറപ്പല്ലേ? മനസ്സിലായില്ല. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മരിക്കുമോ മാനുഷനുള്ള കാലം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ, ഇത് നശിക്കില്ല എന്നാണ്. അപ്പം ഒരിക്കലും നശിക്കില്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ട് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ ഏവച. നിങ്ങൾക്ക് ആയുധം കൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, കത്തിച്ചു കളയാൻ പറ്റില്ല, വെള്ളത്തിലിട്ട് ചീഞ്ഞളിയിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് സൂക്ഷ്മ ഊർജമാണ്. ഏതാണ്? അപ്പൊ നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത്, ഉറക്കെ പറയൂ, കൂടെ വന്നില്ലേ നിങ്ങൾ? സൂക്ഷ്മ
ഊർജ്ജമാണ്. അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, യു കാൺ ക്രിയേറ്റ് എനർജി, യു കാൺ ഡിസ്ട്രോയ് എനർജി. നിങ്ങൾക്ക് ഊർജ്ജത്തെ ഉണ്ടാക്കാനും സാധ്യമല്ല, ഊർജ്ജത്തെ ഒരിക്കലും നശിപ്പിക്കുക. അമ്മമാരെ ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുന്നത് കൊണ്ടൊന്നും മാറുകയില്ല. അത് അവിടെ തന്നെ അടിഞ്ഞു കിടക്കും. അപ്പൊ അതിനെന്താ ഒരു വഴിയുള്ളത്? അതിനുള്ളൊരു വഴിയാണ് നാമജപം. എന്താണ്? ഓങ്കാരാദി മന്ത്രങ്ങൾ ജപിക്കുക. നിങ്ങൾ കുട്ടികളെ കൊണ്ട് അമ്പലത്തിലൊക്കെ പോയാലല്ലോ ഒരു 6-7 തവണ നീട്ടി ഓങ്കാരം ചൊല്ലിക്കണം. അപ്പൊ നീട്ടി ഓങ്കാരം ചൊല്ലുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ പ്രാണ ഊർജം കൂടും, മനസ്സിന്റെ ഏകാഗ്രത കൂടും. അപ്പൊ ഒരു നാമത്തെ ജപിക്കും, ഏതെങ്കിലും ഒരു മന്ത്രം. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു, ഉറക്കെ പറയൂ, മന്ത്രം വേണം. ആ മന്ത്രജപം ഒന്നും നമ്മളിപ്പോൾ ആരും മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ല. ഉണ്ടോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കലിയുഗത്തിൽ നമ്മൾ ജപിക്കേണ്ടതായിട്ടുള്ളൊരു മന്ത്രമായിട്ടാണ് ഏതെങ്കിലും ഒരു മന്ത്രം കേട്ടിട്ടുണ്ടോ? കലിസന്ധരണ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അപ്പൊ ഈ കലിയുഗത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ചൊല്ലാൻ പറ്റുന്ന ഏതാ ഒരു മന്ത്രം എന്ന് വെച്ചപ്പോൾ പറയാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാക്ഷാൽ പരമശിവനും ജപിക്കുന്ന മന്ത്രം ഏതാണ്? ഈ രാമമന്ത്രം തന്നെയാണ് ജപിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും ജപിക്കുന്ന ഒരു മന്ത്രമായിട്ടാണ് ഈ മന്ത്രത്തെ പറഞ്ഞിട്ടുള്ളത്. ഇത് കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറയും. ഏതാണ്? അങ്ങനെ ഒരു ഉപനിഷത്തുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മളിപ്പോ നോക്കൂ, എന്നെ റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചൊല്ലിയത്? ഹരേ രാമ 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 ഹരേ ഹരേ ആണോ? അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മളെ കുട്ടികളെ പറഞ്ഞു കൊടുത്ത് ഒരു 108 തവണ അമ്പലത്തിൽ അത് ചൊല്ലി തീർക്കണം. എത്ര? ഒരു 108 തവണ. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ശ്രദ്ധ നാമത്തിലേക്ക് തിരിയും ക്രമേണ. ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പൊ നാമത്തിലേക്ക് ശ്രദ്ധ തിരിയും തോറും നാമത്തിന്റെ ശക്തി മനസ്സ് വലിച്ചെടുക്കും. കേട്ടില്ല? നാമത്തിലേക്ക് ശ്രദ്ധ തിരിയും തോറും ഓരോ ചിന്തകൾക്കൊരു ശക്തിയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങളെ ഒരാൾ ചീത്ത വിളിക്കാം, ഭർത്താവ് ഭാര്യയെ ചീത്ത വിളിക്കുമ്പം ആ ചീത്ത വാക്കിന് ശക്തിയുണ്ടോ? ഇല്ല. മനസ്സിനെ ബാധിക്കുവോ? മനസ്സിനെ തളർത്തുവോ? ഇല്ല. ഉണ്ടോ? ഇല്ലയോ? ഇനി നിങ്ങൾ ഒരാളെ, കുട്ടികളെ ചീത്ത വിളിക്കുമ്പോൾ അവരെ മനസ്സിനെ അത് ബാധിക്കുന്നുണ്ടോ? അപ്പൊ ഈ ചിന്തകൾക്ക്, ഈ വാക്കുകൾക്ക് മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടോ? നാമത്തിനും മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നാമം ജപിക്കുമ്പോൾ എന്തായി? ശ്രദ്ധ ഏതിലേക്ക് തിരിയും? നാമത്തിലേക്ക് തിരിയുമ്പോൾ ഉള്ളിലുള്ള ചിന്തകളുടെ ശക്തി കുറയും. നോക്കൂ, ഇത് ഏതുപോലെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന്റെ ശക്തി കുറയുണ്ടോ? ഉറക്കെ പറയൂ. വെളിച്ചം കൂടുന്തോറും ഇരുട്ടിന്റെ ശക്തി കുറയും. വെളിച്ചം കുറഞ്ഞാലോ ഇരുട്ടിന്റെ ശക്തി കൂടും. അപ്പൊ പലരിലും ദുർബലത ഉണ്ടെങ്കിൽ, വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? കൂടെ വന്നില്ല. നിങ്ങൾ കൂടെ വന്നില്ല. ഒരാൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? മനസ്സമാധാനം ഇല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതില്ലാത്തതിന് കാരണം എന്താണ്? ആ നാമജപത്തിന്റെ ശക്തി കുറവാണ്. അപ്പൊ നാമജപത്തിന്റെ ശക്തി കൂട്ടിയാൽ ഏതിന്റെ പ്രശ്നം തീർന്നു? വേദനകളുടെയും ദുഃഖങ്ങളുടെയും തീവ്രത, എനർജിയുടെ ശക്തി കുറഞ്ഞു. ഒരു വശത്ത് ശക്തി കൂടുമ്പോൾ വേറൊരു വശത്ത് ശക്തി കുറയും. ഇതാണ് നമ്മുടെ പൂർവികര് മനസ്സിലാക്കിയത്. ഒരു നെഗറ്റീവ് എനർജിയെ നമുക്ക് എന്താക്കി മാറ്റാം? പോസിറ്റീവ് എനർജി. അതാണ് ഐൻസ്റ്റീനും പറഞ്ഞത്, യു കാൺ ഡിസ്ട്രോയ് എനർജി ബട്ട് യു കാൻ ട്രാൻസ്ഫോം എനർജി. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം. അവരൊക്കെ പുസ്തകത്തിൽ അത് പഠിപ്പിച്ചു. നമ്മളത് പ്രാക്ടിക്കലി ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനാണ് എവിടെ പോകുന്നത്? അമ്പലത്തിൽ പോകുന്നത്. അപ്പോ വ്യാധി തീർക്കാൻ പ്രദക്ഷിണം വേണം, ആദി തീർക്കാൻ ജപം വേണം. ഭാഗവതം എന്നൊരു ഗ്രന്ഥം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സപ്താഹം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ ഒന്നുമില്ല, സപ്താഹങ്ങളൊന്നുമില്ല ഈ നാട്ടില്. കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? അതിലേറ്റവും ഒടുവിലത്തെ ശ്ലോകം എന്താ അറിയോ? നാമസങ്കീർത്തനം യസ്യ സർവദുഃഖ വിനാശനം. ജീവിതത്തിലെ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ ഏതു മതി? നാമജപം. അപ്പം കുറച്ചു നേരമൊക്കെ നമ്മൾ നാമം ജപിക്കുന്ന വേണം. അപ്പൊ നമ്മുടെ കുട്ടികളെ കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 കാര്യമാണ്. ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, കാലത്തെണീറ്റ് കുളി കഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. വൈകുന്നേരം മേല് കഴുകി കയ്യും കാലും കഴുകി അത് നമ്മൾ കുട്ടികളിലേക്ക് പരിശീലിപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ അമ്പലത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം? ഒരു 108 തവണ ഹരേ രാമ എന്നുള്ളൊരു മന്ത്രവും
ചൊല്ലണം. നിങ്ങൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് അമ്പലത്തിൽ പോയി നോക്കൂ. നിങ്ങൾ ഈ ഒരു ശീലം നമ്മുടെ കുട്ടികളിൽ വരുമ്പോൾ വ്യാധിയും പരിഹരിക്കപ്പെടുന്നു, ആദിയും. അതല്ലാതെ എന്താ ഒരു പരിഹാരം നിങ്ങൾ പറയൂ? നമ്മുടെ പൂർവികർ ഇത് മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തെ പരിവർത്തനം വരുത്താനുള്ള കഴിവ് ആരിലുണ്ട്? അപ്പൊ പുറത്തു നിന്നൊരു ദൈവം വന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. കാരണം എന്താ അറിയോ? നമ്മുടെ മനസ്സ്, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. നിങ്ങൾ നോക്കൂ, മനസ്സിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ. ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അല്ലേ? ആണോ? വേറെ വശത്ത് നമ്മുടെ ശ്രദ്ധ. ഏതാണ്? ശ്രദ്ധ. ഈ ശ്രദ്ധ നമുക്ക് വിഷമങ്ങളിലേക്കും വെക്കാം, ശ്രദ്ധ നമുക്ക് ആഗ്രഹങ്ങളിലേക്കും വെക്കാം. മനസ്സിലായില്ല? എന്റെ വിഷമങ്ങളിൽ ഇരുന്നോടൊപ്പം ഞാൻ രാവിലെ തന്നെ പറയണേ, എനിക്കൊരു മൂഡിൽ എണീക്കാൻ, എനിക്കൊരു മനസ്സിൽ എണീക്കാൻ, അതിൽ ശ്രദ്ധ വെക്കാം. ഓ, എനിക്ക് എണീക്കണം, ഒരു ആഗ്രഹം, എനിക്കിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഒരു ഉത്സാഹത്തിലും മനസ്സ് വെക്കാൻ പറ്റുമോ? പറയൂ നിങ്ങൾ. ആ ശ്രദ്ധയെ ആരാണ് മാറ്റേണ്ടത്? അച്ഛനും അമ്മയ്ക്കും ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ. ആണോ? ഞാൻ നന്നാവില്ല എന്ന് പ്രതിജ്ഞ ചെയ്താൽ അയാളുടെ ശ്രദ്ധയെ നല്ലതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ നോക്കൂ, നിങ്ങൾ കുട്ടികളെയൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പുറക്കിലൊക്കെ നടിച്ച് തട്ടി, ദേ കണ്ണാ കരയേണ്ട, ദേ നോക്കൂ, എന്താ നോക്കൂ, അങ്ങോട്ടൊക്കെ ശ്രദ്ധ തിരിപ്പിക്കും. ആണോ? ആ കുട്ടി ശ്രദ്ധ തിരിക്കാതെ ആ വീണോ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ? ഇപ്പൊ വീട്ടില് എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കാണ് ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ്. ആണോ? ചില ഭർത്താവ് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞിട്ടാ വരിക. മീൻസ് രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ വരും. അപ്പൊ ഭർത്താവ് ഭാര്യ ഇത് കണ്ടുപിടിക്കും, നിങ്ങളിന്ന് എവിടെന്നാ വരുന്നതെന്ന്. എടി, നിന്റെ മൂക്കിന് എന്താ പറ്റിയതെന്ന്. എന്താ എന്റെ മൂക്കിനൊന്നും പറ്റില്ലല്ലോ, ചോന്നിരിക്കണല്ലോ, ഇതെന്താ നിനക്ക് എന്താ ഇവിടെ പറ്റിയിട്ടുണ്ടല്ലോ? ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യണത്? എന്ത് ചെയ്യാണ്? ഭാര്യ ചിലപ്പോ മൂക്കിന്റെ പിന്നാലെ പോവും. ഏത് വിടും? ഇയാളെ രണ്ടെണ്ണം അടിച്ചു വന്നത് കാര്യം വിട്ടുപോകും. ഉണ്ടോ ഇല്ലയോ? അപ്പൊ വേറൊരാളുടെ ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? അതല്ല ഇപ്പൊ ഇലക്ഷനിൽ പൊട്ടിയിട്ട് ഇവിടെ നേതാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവരിപ്പോ ശ്രദ്ധ തിരികെ, ഞങ്ങളുടെ പ്രശ്നമൊന്നുമില്ല, ഇത് നാട്ടുകാർ ശരിയല്ലാത്തോണ്ടാ വോട്ട് തരാത്തതെന്ന്. ഇനിയിപ്പോ ആരെ കുറ്റം പറഞ്ഞാൽ മതി? നാട്ടുകാര് നന്നല്ലാത്തോണ്ട് വോട്ട് തന്നില്ല, ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുക, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ മകൻ കല്യാണമൊക്കെ കഴിഞ്ഞു, അങ്ങനെ അവളുമായിട്ട് ഒത്തു പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അവളുടെ കുറ്റാണോ പറയാ, മകന്റെ കുറ്റാണോ പറയാ? അവളൊന്നും അവളുടെ വീട്ടുകാരൊന്നും ശരിയില്ല പറയാം. അവളുടെ വീട്ടുകാരെ കുറിച്ച് പറയാ, എവിടുന്ന് ഒരു പൊട്ടപ്പയ്യനെ കിട്ടി ഇപ്പൊ അവന്റെ മകൾക്ക്, അങ്ങനെയല്ലേ പറയാ? പരസ്പരല്ലേ കുറ്റം പറയാ? അവനവന്റെ മക്കളെ കുറ്റം പറയോ? ശ്രദ്ധ തിരിക്കും നമ്മൾ. ഈ ശ്രദ്ധയിലാണ് ജീവിതം ഇരിക്കുന്നത്. ആണോ? ശ്രദ്ധ നല്ല കാര്യത്തിലേക്ക് തിരിച്ചു വിട്ടാൽ ജീവിതം മാറ്റിയെടുക്കാം. ശരിയാണോ ഞാൻ പറയുന്നത്? ശ്രദ്ധ വേണ്ടാത്തതിൽ കുരുങ്ങിയാൽ ഈ ജന്മ മനസമാധാനം ഉണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ മനസമാധാനത്തിനാണ് അമ്പലത്തിൽ പോകുന്നത്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ശ്രദ്ധ തിരിക്കാൻ, ശ്രദ്ധ നാമത്തിലേക്ക് തിരിക്കാൻ. ഏതിലേക്ക്? ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ശ്രദ്ധ നാമത്തിലേക്ക് തിരിക്കാൻ. ഒന്ന് പറയൂ. അപ്പൊ ശ്രദ്ധ നാമത്തിലേക്ക് തിരിക്കുമ്പോൾ എന്തുണ്ടായി? നാമത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഏകാഗ്രത വന്നു. ക്രമേണ ആ നാമം ചൊല്ലി ആ ഊർജം, ആ പോസിറ്റീവ് എനർജി ആരിലേക്ക് കിട്ടും? മനസ്സിലേക്ക് കിട്ടുമ്പോൾ മനസ്സിന്റെ മനോബലം. അപ്പൊ പിന്നെ നാളെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് എളുപ്പത്തിൽ തരണം ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടാവും. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർക്ക് ക്ഷേത്രങ്ങളിലൂടെ കിട്ടിയത്. പൂന്താനം ഗുരുവായൂരപ്പനെ ഭജിച്ച് മനോബലാണ് കിട്ടിയത്. ആണോ? അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? ഒരു ഉണ്ണി ഉണ്ടായി, ആ ഉണ്ണി മരിച്ചുപോയി. കേട്ടില്ലേ കഥ? ഉണ്ണി മരിച്ചതല്ല, എല്ലാവരും കൂടി കൊന്നു അതിനെ. അതായത് വലിയ സദ്യ നടക്കുക വീട്ടിൽ. അപ്പൊ പണ്ടത്തെ കാലത്തേക്ക് ഉത്തരിയാണ്, ഉടുക്കാൻ ഷർട്ടൊന്നും ഉള്ള കാര്യമില്ല. പഴയ കാലത്തൊക്കെ ബ്ലൗസൊക്കെ വരുന്നതിന് മുമ്പ് സ്ത്രീകൾ ഒരു തുണി കൊണ്ട് മറയ്ക്കുന്ന കാലമായിരുന്നു, അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? പഴയ കാലത്ത് അങ്ങനെയൊന്നും ഡെവലപ്മെന്റ് ഇല്ല. ആ കാലത്ത് എന്ത് ചെയ്യും? ആണുങ്ങളൊക്കെ ഈ ഉത്തരിയൊക്കെ എന്താ വെച്ചാൽ ഊണ് കഴിക്കുന്നതിന് മുമ്പ് എവിടെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പൊ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ പഴയ കാലത്ത് കുറവാണ്. ഈ ഉത്തരീയം കൊണ്ടുപോയിട്ടത് കട്ടിലിന്റെ മുകള. അവിടെയാണ് ഈ കുട്ടിയെ കടത്തിയിരിക്കുന്നത്. പാവം ഈ കൊച്ചുകുട്ടിയെ. ഈ കുട്ടി അവിടെ കിടക്കുന്ന കാരണം കുട്ടികളെ കടത്തുമ്പോൾ എപ്പോഴും തുണിയിലൊക്കെ പുതച്ചിട്ടല്ലേ കിടക്കുക, കൊച്ചുണ്ണിയെ. ആണോ? ആ കുട്ടിയെ കടത്തി ആരോ നോക്കിയപ്പോ അവർക്കും ആരോ തുണി കൊണ്ടുപോയിട്ടാണ്. ഒരുത്തം കൊണ്ടുപോയിട്ടാ പിന്നെ
എല്ലാവരും അവിടെ. കുട്ടി ശ്വാസം മുട്ടി മരിച്ചുപോയി. കുട്ടിക്ക് ശ്വാസം കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് പൂന്താനത്തിൻ്റെ മകൻ മരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അത്ര ഗുരുവായൂരപ്പനിൽ ഉറച്ച ഭക്തി വെച്ചുകൊണ്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. എനിക്ക് ഉള്ളിൽ മനസ്സിൽ ഭഗവാൻ കളിക്കുമ്പോൾ ഇനിയിപ്പോ ഉണ്ണി പോയി എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും മാനസികമായി, അതാണ് ജീവിതത്തിന്റെ ഒരു നിയോഗം, അതാണ് എൻ്റെ ജീവിതത്തിന്റെ വിധി, അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. സത്യല്ലേ? കരഞ്ഞിട്ടും കാര്യമുണ്ടോ? തിരിച്ചു വരുമോ? ഒന്നുകിൽ തളർന്ന് കരഞ്ഞിരിക്കാം, നമ്മളും കരയാം, മറ്റുള്ളവരെയും തളർത്താം. അല്ലെങ്കിൽ നാമജപത്തിലൂടെ മനസ്സിനെ ഉറക്കെ പറയൂ ഉയർത്താം, മറ്റുള്ളവർക്കൊരു ധൈര്യം പകരാം. ആണോ അല്ലയോ? കാരണം നാളെ നമ്മളും പോകേണ്ടവരാണ്. ഇവിടെ ആരും പെർമനന്റ് ഒന്നുമല്ല. പെർമനന്റ് ആണോ? അപ്പൊ ഇത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണം. എന്ത്? ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിലിരുന്ന് കരഞ്ഞ് തളർന്നതുകൊണ്ടും യാതൊരു കാര്യമില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങളൊരു ബിസിനസ് പരാജയപ്പെട്ടു, ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതം തീർന്നു. നോക്കൂ, ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട വരില്ല, ഇത് പ്യുവർ സയൻസ് ആണ്, നിങ്ങളുടെ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ മനസ്സ് വീണ്ടും എന്ത് ചെയ്യും? ഈ ശരീരം വിട്ടാൽ വീണ്ടും ഒരു ജന്മം എടുത്തു വരും. നിങ്ങൾ കണ്ടില്ലേ, വിത്തുകളൊക്കെ മുളയ്ക്കുന്ന അണ്ടിയൊക്കെ താഴെ വീണ മാവ് വീണ്ടും ആയിട്ട് വരില്ലേ? ചക്കക്കുരു മുളച്ചു വരുന്ന കണ്ടിട്ടില്ലേ? തേങ്ങ താഴെ വീണ് കടന്ന് നിങ്ങൾ മുളപ്പിക്കാതെ തന്നെ തെങ്ങിന്റെ ചുവട്ടിൽ മുളച്ചു വരുന്ന കണ്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഏത് പുല്ലിന്റെയും വിത്ത്. ഇതുപോലെ മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്താണ് മനസ്സ്. ഏത്? മനുഷ്യൻ മരിച്ചാൽ മനസ്സ് വീണ്ടും ജനിക്കും. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, കൊച്ചു കുട്ടികൾ, കുഞ്ഞി വാവകൾ സ്വപ്നം കാണൂ. സ്വപ്നം കണ്ട് കരയില്ല, സ്വപ്നം കണ്ട് ഭയപ്പെടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുട്ടികളെ സ്വപ്നത്തിൽ ഞെട്ടി ഉണരുന്നൊക്കെ? ഉണ്ടോ? അപ്പൊ ആ കുട്ടിക്ക് എവിടുന്ന് കിട്ടി ഈ സ്വപ്നം? ഇത് അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോൾ കുട്ടിക്ക് എവിടുന്ന ഈ സ്വപ്നം കിട്ടിയത്? എവിടുന്നോ എന്തോ പേടിപ്പിക്കുന്ന ഒരു അനുഭവം കുട്ടി കണ്ടിട്ടുണ്ടല്ലോ. എവിടുന്ന് കിട്ടിയ അനുഭവം? ആരാണ് കുട്ടിയെ പേടിപ്പിക്കുന്ന അനുഭവം കൊടുത്തത് കുട്ടിക്ക്? അനുഭവിക്കാത്തതൊന്നും കൂടെ ഉണ്ടാവില്ല. എന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അത് മുമ്പ് തന്നെ കൂടെ ഉള്ളതാണ്. ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ ആ കുട്ടി വരുമ്പോ തന്നെ ഏത് കൊണ്ടുവന്നിട്ടുണ്ട്? അനുഭവങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു ജന്മത്തിലെ അനുഭവം അടുത്ത ജന്മങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇവിടെ തന്നെ ദുർബലരാണെങ്കിൽ അടുത്ത ജന്മം ദുർബലരല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ട് ഇരുന്ന് കരഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് കരുത്ത് നേടുകയല്ലേ വഴി. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ പോയി എന്ത് ചെയ്യണം? ഉറക്കെ പറയൂ നിങ്ങൾ, നാമജപ സംസ്കാരം കൊണ്ടുവരണം. ഒരു ജീവിതം മാറ്റിയെടുക്കണ്ടേ? അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നവര്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് തലമുറകളെ വാർത്തെടുക്കേണ്ടത്. നമുക്ക് നല്ല ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ ഈ തൊഴുതു പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോയി ഹിന്ദുക്കള്. നമുക്ക് ഈ തൊഴുതു പോകുന്ന പ്രസ്ഥാനം പതുക്കെ മാറ്റണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പോലെ മറ്റൊരു പ്രസ്ഥാനമാണ് തൊഴുതു പോകുന്ന പ്രസ്ഥാനം. നമുക്ക് ആ പ്രസ്ഥാനമല്ല വേണ്ടത്. നമുക്ക് വ്യക്തതയോടുകൂടി അമ്പലങ്ങളിൽ പോകണം. വേണ്ടേ? പ്രദക്ഷിണം വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ ഓക്സിജൻ നിറയണം, എങ്കിലേ എനിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഓർമ്മ വേണം, ഞാനൊരു 108 തവണയെങ്കിലും നാമം ജപിക്കണം. അപ്പോഴാണ് എൻ്റെ ശക്തി, എൻ്റെ ശ്രദ്ധ കൂടുള്ളൂ, നല്ല കാര്യത്തിലേക്ക് തിരിയുള്ളൂ. അപ്പോഴാണ് മനോബലം, ഉറക്കെ പറയുള്ളൂ, ഉറക്കെ പറയൂ, മനോബലം കൂടുമ്പോഴാണ് എൻ്റെ വിഷമങ്ങളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ എനിക്ക് സാധിക്കുക. ഈ വ്യക്തതയോടുകൂടി അമ്പലത്തിൽ പോണ്ടേ? വേണോ വേണ്ടയോ? അവിടെയാണ് നമുക്ക് മറ്റൊരു അറിവ് കൂടെ ഉണ്ടാവേണ്ടത്. ഞാൻ ആരാധിക്കുന്ന ദൈവം പുറത്തല്ലേ ഇരിക്കുന്നത്? എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നോക്കൂ, ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ലോകത്തിൽ പ്രചരിപ്പിച്ചു ദൈവം എവിടെയോ സ്വർഗത്തിലിരിക്കുന്നു. അത് അവർക്ക് തെറ്റുപറ്റിയതാണ്. അങ്ങനെ ദൈവം പുറത്തിരിക്കാൻ പറ്റില്ല. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ദൈവം എന്നതിനെ അവർ മനസ്സിലാക്കിയതുള്ള തെറ്റാണ്. നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. ആരാണ്? ഈശ്വരനെ പരമാത്മാവായി കണ്ടവരാണ് ആര്? ഭാരതത്തിലെ ഋഷിവര്യന്മാർ. നമുക്കുണ്ടല്ലോ, നമുക്ക് ഇത്തിരി ഒരു ശ്രദ്ധക്കുറവും ഇത്തിരി ഒരു നന്ദികേടുമുണ്ട്. കുറച്ചൊരു നന്ദികേടും അഹങ്കാരം നല്ലോണം ഉണ്ട്. നമുക്ക് അഹങ്കാരമാണ് നമ്മളെ ഇങ്ങനെയാക്കിയത്. ലേശൊരു വിവരവും വിവേകം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ശ്രദ്ധ ഉണ്ടാകുമായിരുന്നു. കാരണം ഇതൊന്നും ആരും നമ്മുടെ കണ്ണ് തുറപ്പിച്ചില്ല. അകക്കണ്ണ് തുറന്നിരുന്നെങ്കിൽ നമ്മൾ എന്നോ നന്നാകുമായിരുന്നു. ഇപ്പൊ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളൊക്കെ രാവിലെ എണീക്കുന്നവരല്ലേ? ആണോ? സത്യം പറയണം. എത്ര പേര് രാവിലെ എണീക്കുന്നവരാണ്? രാവിലെ എണീക്കാറുണ്ട്. ഇതിലും വലിയ നുണ വേറെ ഇല്ല.
ഇതാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. അഹങ്കാരത്തിൽ പറയുന്ന വാക്കാണത്. ഇനി രാത്രി കടന്നുറങ്ങാറുണ്ടോ നിങ്ങൾ? എത്ര പേര് സ്വയം കടന്നുറങ്ങുന്നവരുണ്ട്? അതായത് സ്വയം അവനവനെ തന്നെ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ വിചാരിച്ചാൽ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങും? എത്ര പേര് ഉറങ്ങും? സ്വയം ഉറങ്ങാൻ കഴിയുന്നവര്? ഇത് അതിലേറെ നുണയാ. നിങ്ങൾക്ക് എണീക്കാനും പറ്റില്ല, ഉണരാനും പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് നിങ്ങളത് ഈ പറയുന്നത്. ശ്രദ്ധക്കുറവാണ്. നിങ്ങൾ നോക്കൂ, ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ളിലേക്ക് നോക്കൂ. രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. മനസ്സ് ഉണർന്നതിന് ശേഷമല്ലേ, ഉണർന്നു എന്ന് മനസ്സിലായിട്ടല്ലേ നിങ്ങൾ എണീറ്റ് വരുന്നത്? ആണോ? മനസ്സിനെ ഉണർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ നിങ്ങൾക്ക് പറ്റുമോ? അതൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിൽ ആർക്കെങ്കിലും അവരവരുടെ മനസ്സിനെ ഉണർത്താൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പറ്റുമോ? കൂടെ വന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? രാവിലെ ഉണർന്ന് മനസ്സ് ഉണർന്നിട്ടാണ് നമ്മൾ അറിയുന്നത് ഉണർന്നു എന്ന്. പിന്നെയാണ് എണീറ്റ് വരുന്നത്. മിക്കവാറും സ്വപ്നത്തിൽ നിന്നൊക്കെ നമ്മൾ ഉണർന്നുകൊണ്ട് വരുന്നത്. ആണോ? ആണോ അല്ലയോ? അപ്പൊ മനസ്സ് ഉണരണ്ടേ ആദ്യം? മനസ്സിലായില്ലേ പലർക്കും? രാവിലെ എണീക്കുന്നതിന് മനസ്സ് ഉണരണോ വേണ്ടയോ? ആ മനസ്സിനെ ഉണർത്താൻ നമുക്ക് പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. പറ്റും? പറ്റും. മനസ്സിനെ ഉണർത്താൻ പറ്റുമോ? അലാറം എപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്? ഈ മനസ്സ് ഉണർന്നതിന് ശേഷമേ അലാറം കേൾക്കുള്ളൂ. നല്ല ഡീപ്പ് സ്ലീപ്പായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് അലാം വെച്ച് നോക്കൂ. അറിയോ അവര്? നോക്കൂ, ഇന്നും മനുഷ്യനെ ഉണർത്താൻ മരുന്ന് കണ്ടെത്തിയില്ല. മെഡിക്കൽ സയൻസ് ഈ 2024 പോലും. അതുകൊണ്ടല്ലേ പലപ്പോഴും അനസ്തീഷ്യയുടെ ഡോസാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. പേടിയാണ് ഡോക്ടർമാർക്ക് ഈ അനസ്തീഷ്യ കുത്താൻ. കാരണം എങ്ങനെ ശരീരം പ്രതികരിക്കുന്ന അറിയില്ല. അതല്ലേ ഏത് ചെറിയ ഓപ്പറേഷനും ഒപ്പിട്ട് മേടിക്കുന്നത്. ഇത് കൈവിട്ടു പോവാം, 101% ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇതൊരു പ്രോബബിലിറ്റിയാണ്, സാധ്യതയേ ഉള്ളൂ, കൈവിടാം. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? BP താളം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന അനസ്തീഷ്യയുടെ ഡോസ് കുറഞ്ഞു, BP കൂടി, ചിലപ്പം കെട്ടുപൊട്ടി ആള് തീർന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇതിപ്പോഴും മെഡിക്കൽ സയൻസിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരാളെ ഉറക്കാനേ മെഡിക്കൽ സയൻസിന് പറ്റുള്ളൂ, ബോധം കെടുത്താനേ പറ്റുള്ളൂ. ഏതിന് മരുന്ന് കിട്ടിയില്ല? ഏതിന് മരുന്ന് കിട്ടിയിട്ടില്ല? ഉണർത്താൻ മനസ്സില്ല, മരുന്ന് കിട്ടിയില്ല. അപ്പൊ നമ്മളൊക്കെ ഉണർന്നു വരുന്നെങ്കിൽ മനസ്സ് ഉണർന്നതിന് ശേഷമല്ലേ അറിയുന്നത്? സത്യസന്ധമായി പറയൂ, ആണോ? ആരാണ് മനസ്സിനെ ഉണർത്തിയത്? ശരീരമാണോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സുണർന്നതിന് ശേഷമല്ലേ ശരീരം ഉണരുന്നുള്ളൂ? ആണോ? മനസ്സിനെ ഉണർത്താൻ ഒരു ശക്തി വേണോ വേണ്ടയോ? ഉറക്കെ പറയൂ നിങ്ങൾ. വേണം, വേണ്ടേ? അതുപോലെ ഉറങ്ങൽ നമുക്ക് കിടക്കാനേ പറ്റുള്ളൂ. മനസ്സുറക്കത്തിലേക്ക് ലയിക്കുന്നത് എപ്പോഴാന്ന് അറിയ പോലുമില്ല നമുക്ക്. ആണോ? അപ്പൊ മനസ്സിനെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോവാനും ഒരു ശക്തി ഉള്ളിൽ വേണം. ഭാരതീയർക്കുണ്ടല്ലോ, മനസ്സിനും അപ്പുറത്തൊരു ആത്മശക്തി ഉണ്ട്. മനസ്സിനെ ഉണർത്തുന്ന ഒരു ആത്മശക്തി, അതിനെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് പൂർവികന്മാർ ഈശ്വരനെ പുറത്തല്ല കണ്ടത്. എവിടെയാണ്? അകത്താണ്. വലിയ വലിയ ഗുരുക്കന്മാർ, നാരായണ ഗുരുദേവനെ പോലുള്ളവരൊക്കെ പറഞ്ഞത് ഈശ്വരനെ എവിടെ കാണണം? അകത്ത് കാണണം. കണ്ണാടി പ്രതിഷ്ഠ ചെയ്തു അദ്ദേഹം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ണാടി പ്രതിഷ്ഠിച്ചെന്താണ്? എങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്? എവിടേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്? ഉള്ളിലേക്ക് നോക്കാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. എങ്ങോട്ട് പോകണം? ഉള്ളിലേക്ക് പോകണം. ഉള്ളിലാണ് ആഴേണ്ടത്. നിങ്ങൾ ഹരിനാമകീർത്തനം കേട്ടിട്ടുണ്ടോ? അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ. കണ്ണിന്നു കണ്ണുമനമാകുന്ന പൊരുൾ അത് തന്നെയാണ് ഭഗവാൻ. ഇപ്പൊ എവിടെയാ ഭഗവാനെ കണ്ടത്? ഭഗവാൻ കൃഷ്ണൻ അർജുനെ പഠിക്കുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. എവിടെ ഈശ്വരനെ കണ്ടത്? വല്ലതും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അമ്പലത്തിലല്ല ഈശ്വരനെ കാണേണ്ടത്. എവിടെ കാണേണ്ടത്? ഉള്ളിലാണ് കാണേണ്ടത്, പുറത്തല്ല. നമുക്ക് ഈശ്വരൻ ഉറക്കെ പറയൂ, അകത്താണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ ഏത് മന്ത്രം എഴുതി വെച്ചത്? തത്വമസി. എങ്ങോട്ട് നോക്കാനാ പറയുന്നത്? ത്വം, നിന്നിലേക്ക് നോക്കൂ. നിന്നിലാണ് ആ ഈശ്വര ശക്തി. അപ്പൊ അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളോ നമ്മളെ ഉള്ളിൽ ഈശ്വരനെ കാണിച്ചു തരുന്ന ചൈതന്യ രൂപങ്ങളാണ്.
വെളിച്ചം നമുക്കുണ്ടല്ലോ, കണ്ണ് കാണിച്ചു തരും അല്ലേ? വെളിച്ചത്തിലല്ലേ നമുക്ക് പ്രകാശം, ഈ പ്രകാശത്തിലല്ലേ പലതും കാണാം. ആണോ? ഈ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് അകക്കണ്ണ് തുറപ്പിക്കും. ഏതാണ്? അപ്പൊ പുറത്തുള്ള പ്രതിഷ്ഠകളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അകക്കണ്ണ് തുറക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിൽ ശ്രീകോവിലിന്റെ മുല്ലെത്തിയാൽ അറിയാതെ കണ്ണടയ്ക്കുന്നത്. അറിയാതെ നിങ്ങളുടെ കണ്ണടയ്ക്കും. കാരണം അകക്കണ്ണ് തുറന്നാലേ ആരെ കാണുള്ളൂ? ഉറക്കെ പറയൂ, ഈശ്വരനെ കാണുള്ളൂ. അപ്പൊ ഈശ്വരനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ ഈശ്വരീയ ശക്തിക്ക് ശ്രദ്ധിക്കുക. മനസ്സിനെ ഉണർത്താൻ പറ്റുമെങ്കിൽ മനസ്സിനെ ദുരിതങ്ങളിൽ നിന്നും ഉയർത്താൻ ആർക്ക് പറ്റും? കൂടെ വന്നില്ല. ഈ നമ്മുടെ മനസ്സിനെ രാവിലെ ഉണർത്താൻ ഈ ആത്മശക്തിക്ക് പറ്റുമെങ്കിൽ മനസ്സിനെ ദുരിതത്തിൽ നിന്നും ഉയർത്താനുള്ള ശക്തി എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഉണർത്തുകയല്ലേ വേണ്ടത്? വികസിപ്പിക്കുകയല്ലേ വേണ്ടത്? ആണോ അല്ലയോ? അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? നാമം ജപിക്കുകയാണോ വേണ്ടത്? അപ്പൊ ശീലിപ്പിക്കണ്ടേ നമ്മുടെ കുട്ടികളെ? വേണോ? ഇതൊക്കെ ചെയ്യുന്നവരുണ്ടോ ഇവിടെ? നോണ പറയരുത്, സത്യം പറയാവോ? സത്യസന്ധമായി പറയണം. ചെയ്യുന്നവരുണ്ടോ ഇവിടെ? ഉണ്ടോ? ചെയ്യുന്നവരുണ്ടോ? കുറവാ. അതുകൊണ്ടാണ് നന്നാവാത്തത്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ മാറാത്തത്? അതിനെ മറികടക്കാനുള്ള മനോബലം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. മനോബലം ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ദുരിതങ്ങൾക്കൊന്നും നമ്മളെ തളർത്താൻ പറ്റില്ല. നിങ്ങൾ പറയും സമാധാനത്തിനല്ല ഞാൻ അമ്പലത്തിൽ പോകുന്നത്. എന്തിനാണ്? മനോബലത്തിനാണ്. ആ വാക്കുകൾ മാറ്റി പറയണം. അമ്പലത്തിൽ പോകുന്ന മനസമാധാനത്തിനല്ല. എന്തിനാണ്? മനോബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ. ശ്രദ്ധ ഏതിലേക്ക് തിരിയണം? നാമത്തിലേക്ക് തിരിയണം. നാമം ചൊല്ലും തോറും മനസ്സിൽ ബലം വർദ്ധിക്കും. നിങ്ങൾക്കറിയാലോ, ഇപ്പം നമ്മുടെ വീട്ടിൽ മോട്ടറുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇല്ലേ? ഇലക്ട്രിക് മോട്ടറുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇലക്ട്രിക് മോട്ടറുകളുടെ കാലാണ്. ഇപ്പം കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കണം. 1 HP 2 HP എന്നൊക്കെ കേട്ടില്ലേ? ഈ 2 HP 3 HP എന്നൊക്കെ പറയുന്നത് അതിന്റെ വൈൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ആണോ? കോപ്പർ വൈൻഡിങ്ങിനെ ആണോ? അതിന്റെ കോപ്പർ വൈൻഡിങ് കൂടുന്തോറും അതിന്റെ HP ലെവൽ ഉറക്കെ പറയൂ കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ നാമം ജപിക്കും തോറും മനസ്സിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അത് നമ്മുടെ മനസ്സിനെ ക്രമേണ പരിവർത്തനം വരുത്തും. ഭഗവാൻ തന്നെ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ആര് നാമം ജപിക്കുന്നുണ്ടോ, നാമസങ്കീർത്തനം ആരിലുണ്ടോ അവർക്ക് ഞാൻ ബുദ്ധി, മനോബുദ്ധി, അതെങ്കിൽ എന്താ പറയാ, മനസ്സിന്റെ ശക്തി ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. മനഃശക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നാമജപ സംസ്കാരങ്ങളൊക്കെ വേണം. ഇപ്പൊ ഇപ്രകാരം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ശരീരത്തിന്റെ ക്ഷതവും മാറ്റണം, മനസ്സിന്റെ ക്ഷതവും മാറ്റണം. ശരീരത്തിന്റെ ക്ഷതത്തെയാണ് ആദി എന്ന് വിളിക്കുക, മനസ്സിന്റെ ക്ഷതത്തെയാണ്, അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്താ പൊട്ടനെ പോലെ ഞാൻ പറഞ്ഞതൊക്കെ ആവർത്തിച്ചത്? ഇതല്ലേ നമുക്കുള്ള തെറ്റ്? ശരീരത്തിന്റെ എന്താ പറയാ? ആദിയെന്നോ വ്യാധിന്നോ? അപ്പൊ മാറ്റി പറയാൻ പാടില്ല. ശരീരത്തിൻ്റെത് വ്യാധിയും മനസ്സിൻ്റെത് ആദിയും ഇല്ല, എങ്ങനെയല്ലേ പറയാ നമ്മള്? അപ്പൊ ഇത് രണ്ടും മാറണം. അത് മാറാൻ നമുക്ക് ക്ഷേത്ര സംസ്കാരത്തിലൂടെ സാധിക്കുമെങ്കിൽ ആ ക്ഷേത്രത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണ്ടേ? വേണോ വേണ്ടയോ? അതുകൊണ്ട് വിവരമില്ലാതെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ? വിവരമില്ലാതെ കറങ്ങി പോകുന്നതല്ല അമ്പലം. കുട്ടികളെ എങ്ങനെ കറക്കി കൊണ്ടുപോകരുത്. അത് സത്യം പറഞ്ഞാൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിവരമില്ലാതെ കറങ്ങുന്നതിനേക്കാൾ നല്ലതാണ് വിവരത്തോടെ വല്ലതും ചെയ്യുന്നത്. അതിനാണ് നമുക്ക് ഗുരുത്വം എന്ന് പറയാ. എന്താ പറയാ? ഗുരുത്വം. ആരെങ്കിലും ഇതൊക്കെ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അച്ഛനമ്മമാരെ മക്കളുടെ മുന്നിൽ ഗുരുക്കന്മാരായി തീരണം. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഇത് വല്ലതും മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഗുരുക്കന്മാരല്ല, നമ്മൾ കുരുക്കളാ. അതുകൊണ്ടാണ് മക്കൾ കുരുക്കളെ പോലെ നിങ്ങളെ കാണുന്നത്, ഒരു വില വെക്കാത്തത്. നമ്മൾ ആരെയും മാറണം? ഗുരുക്കന്മാർ. സമൂഹത്തിന്റെ മുന്നിൽ നമ്മളൊരു ഗുരുക്കന്മാരായി മാറണം. ആരെയും മാറണം? ഇപ്പൊ നിങ്ങളൊക്കെ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നു, വൈകുന്നേരം പോകുന്നു, ഒന്നിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി നോക്കൂ, ഒരു അന്തരീക്ഷം തന്നെ മാറിയിട്ടുണ്ടാകും. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ കൊണ്ടുവരണം. വേണോ വേണ്ടയോ? അങ്ങനെ ഒരു ഹിന്ദു സമൂഹം ഉണർന്നെഴുന്നേൽക്കുമുണ്ടല്ലോ, ഞാൻ ഗ്യാരണ്ടി തരാം, 10-15 വർഷം കഴിയുമ്പോഴേക്കും ഈ മുസ്ലിങ്ങൾ നമ്മുടെ അമ്പലത്തിൽ വരാൻ തുടങ്ങും, ക്രിസ്ത്യൻസ് വരാൻ തുടങ്ങും. കാരണം അവരുടെ വിശ്വാസങ്ങളൊന്നും ശരിയല്ല എന്ന് അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളുടെ ഇടയിൽ പാവം മുസ്ലിയാർ വിളിച്ചു കയറി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
ആ സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ കേട്ടില്ലേ? എന്നാൽ ഏതെങ്കിലും മുസ്ലിയാരോട് പറയുന്ന നിങ്ങൾ വേഗം ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വന്ന ആ മുസ്ലിയാരെ പോവോ സ്വർഗത്തിലേക്ക്? ജന്മം ഉണ്ടെങ്കിൽ പോവില്ല. കാരണം അയാൾക്ക് നല്ല ഉറപ്പുണ്ട് അവിടെ അങ്ങനെ ഒന്നൊരു സംഭവമില്ല എന്നുള്ളത്. അയാൾക്ക് നല്ല ഉറപ്പാണ്. ഉള്ള സ്വർഗം എവിടെയാ ഉള്ളത്? ഈ മൊബൈലിൽ തോണ്ടണമെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ഈ മൊബൈലിൽ കളിക്കണമെങ്കിൽ എവിടെ ഇരിക്കണം? ഏതെങ്കിലും മുസ്ലിയാർ സ്വർഗം ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ചാടിയിട്ടുണ്ടോ? വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ? അതും തന്നെ ഉറപ്പാണ്. അവർക്ക് അത്ര ഉറപ്പില്ല കാര്യത്തിൽ എന്നുള്ളത് മനസ്സിലാവുണ്ടല്ലോ. നമ്മുടെ അമ്പലങ്ങളിൽ പോയാൽ ശരീരത്തിനും മനസ്സിനും മാറ്റം വരും എന്നതുകൊണ്ടാണ് വട്ടതിരിപ്പാട് ഗുരുവായൂരിൽ വെച്ച് 400 വർഷങ്ങൾക്കും എഴുതി വെച്ചത് ആയുരാരോഗ്യ സൗഖ്യം. എന്താ എഴുതി വെച്ചത്? എഴുതി വെച്ചിട്ടുണ്ടോ? ആയുരാരോഗ്യ സൗഖ്യം. പറയൂ. നിങ്ങൾ യേശുദാസിയുടെ പാട്ടൊക്കെ കേൾക്കുന്ന ആളാണല്ലോ. ഏത് പാട്ട് കച്ചേരിയും കഴിഞ്ഞാൽ, ഗാനമേള കഴിഞ്ഞാൽ അവസാനം അതല്ലേ പാടുക? യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം, അങ്ങനെയല്ലേ കേൾക്കാറ്? അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേത സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ. കേട്ടിട്ടുണ്ടോ? അവസാനം എന്താ പറയുന്നത്? ആയുരാരോഗ്യ സൗഖ്യം. എന്താണ്? അപ്പൊ ആയുരാരോഗ്യ സൗഖ്യം നേടാനുള്ള കേന്ദ്രമാണ് ഇത്. അവർക്ക് പറയൂ, ക്ഷേത്രം. ഇനി അങ്ങനെയല്ലേ അമ്പലത്തിൽ പോവാവൂ? ആണോ അല്ലയോ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു പരിവർത്തനം ഉള്ളവരായി മാറട്ടെ. നമ്മളിങ്ങനെ അന്ധതയിലാണ് നമ്മുടെ ഹിന്ദുക്കൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, ആത്മഹത്യകളും അതുപോലെ തന്നെ മരണങ്ങളും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും. മനസ്സിലായില്ലേ? ആ പ്രായമായാൽ അച്ഛനമ്മമാർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണിപ്പോൾ. ആണോ? മക്കൾക്കൊന്നും ഇവിടെ ജോലിയില്ല. ഉണ്ടോ? എല്ലാം ദൂരെ പോയി അവസാനം പ്രായമുള്ളവരെ ജീവിക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? വയനാടാണെങ്കിൽ ഒക്കെ റിസോർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? ഈ തരത്തിലൊരു സംസ്കാരം തന്നെ കൈവിട്ട് ഇങ്ങനെ പോകുന്നത് ഹിന്ദുക്കൾക്കാണ്. ആണോ? എന്ത് തന്നെ വികസനമുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ മദ്രസകൾക്കൊരു കുറവില്ല, അവരുടെ കൂട്ടായ്മകൾക്കൊരു കുറവില്ല. ഉണ്ടോ? പറയൂ. നിങ്ങൾ ഏത് രാഷ്ട്രീയം നോക്കൂ. നിങ്ങൾ ഈ രാഷ്ട്രീയം കൊണ്ട് നഷ്ടമുണ്ടായത് ഹിന്ദുക്കൾക്കേ ഉള്ളൂ. ആ വലിയ കമ്മ്യൂണിസവും BJPയും കോൺഗ്രസും പറഞ്ഞു നടക്കും. മുസ്ലിമിനും ഇതൊക്കെ ഉണ്ടെങ്കിലും പള്ളിയിൽ അവനതില്ല. അവനവൻ്റെ കൃത്യമായ നിസ്കാരവും ചെയ്യും, മക്കളെ മദ്രസയിലും പറഞ്ഞേക്കും. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ഈ ഹിന്ദു ആണെങ്കിൽ അവൻ, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അമ്പലത്തിൽ വന്നാൽ ഞെളിഞ്ഞ് അവൻ നിൽക്കും, സർവജ്ഞാനിയാണ്. RSSകാരനാണെങ്കിൽ വേറെ രീതിയിൽ നിൽക്കും. ഈ രീതിയിലൊക്കെ നമ്മൾ ഈ കുറെ രാഷ്ട്രീയം കൊണ്ട് നടക്കണമെന്നല്ലാതെ ഒരു യഥാർത്ഥ ഹിന്ദുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഉണ്ടോ? നമ്മൾ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഉണ്ടോ ഇല്ലയോ? പോട്ടെ, നമ്മൾ സമൂഹത്തെ നല്ല വഴിക്കൊന്ന് നയിക്കാൻ നമുക്ക് പറ്റണ്ടേ? വേണ്ടയോ? അതുകൊണ്ടാണ് ഹിന്ദു സമൂഹം ഇത്രയും സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ പുറകോട്ടായിപ്പോയത്. നിങ്ങൾ നോക്കൂ, ഇത്രയും സംഘടനകൾ ഇവിടെ ഉണ്ട്. എന്നിട്ടും ഹിന്ദു സമൂഹത്തിന്റെ ജീവിതം നോക്കൂ നിങ്ങൾ. ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളാണോ? സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരുകയാണോ പുറകിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കഴിവുകൾ വളർത്താൻ പറ്റിയില്ല? അവരാണെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ട് അവര് പുതിയ മേഖലകളിലേക്ക് കയറി പറ്റുന്നു. ഉണ്ടോ? ഹിന്ദു ആണെങ്കിലും അവന്റെ സമ്പത്തൊക്കെ വിറ്റ് അവൻ ആർക്കെങ്കിലും ഒക്കെ വിറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കുന്നു. ഇതിലൊരു മാറ്റം ഉണ്ടാവണം. വേണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഹിന്ദു സമൂഹത്തിനൊരു ഉണർവും ഉയർച്ചയും പരിവർത്തനം വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. കാലത്തെണീറ്റ് ഒരു അമ്പലങ്ങളിൽ പോവുക എന്നൊരു നിയമം വെക്കണം. വൈകുന്നേരം അമ്പലങ്ങളിൽ പോവുക, എന്നിട്ട് ലളിതാ സഹസ്രം ചൊല്ലുക. രാവിലെ പോയി 10-11 പ്രാവശ്യം പോയി ആദ്യം എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെക്കണം. ശ്വാസം നല്ലവണ്ണം എടുക്കണം. എന്തെടുക്കണം? അപ്പം ബ്ലഡിലേക്ക് വേണ്ടത്ര ഓക്സിജൻ വരുമ്പോൾ നമുക്ക് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കാം. ആരോഗ്യം വേണ്ട മരിക്കുന്നത് വരെ. വേണ്ടയോ? നോക്കൂ നിങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ഈ കോവിഡ് വന്നപ്പോൾ മരിച്ചത് ഓക്സിജൻ അളവ് കുറഞ്ഞുകൊണ്ടാണ്. ആണോ ഇല്ലയോ? മനസ്സിലാക്കിയില്ലേ നിങ്ങൾ? കോവിഡ് അല്ല കാരണം, ഓക്സിജനാണ് കുറഞ്ഞത്. ആണോ? അപ്പൊ രാവിലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോണ്ടേ? സൂര്യോദയത്തിന് മുമ്പ് പോണ്ടേ? പിന്നെന്താ വേറൊരു പ്രത്യേകത? സൂര്യോദയത്തിന് മുമ്പ് പോയാൽ വൈറ്റമിൻ D എന്നത് ശരീരത്തിൽ, കേട്ടിട്ടുണ്ടോ നിങ്ങളതൊക്കെ? ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള മറ്റൊന്നാണ് ഏത്? അതും കൂടുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് വേണം ഏത് കിട്ടാൻ? ഇതൊക്കെ രാവിലെ എണീറ്റാലല്ലേ കിട്ടുള്ളൂ. കുട്ടികളെയും കൊണ്ട് പോണ്ടേ അമ്പലത്തിൽ? അത് കഴിഞ്ഞ് കുറച്ചു നേരം എന്ത് ചെയ്യണം? ഒരു ജപമാലയൊക്കെ എടുത്ത് ഒരു 108 തവണ എന്ത് ചെയ്യണം? നാമം ജപിച്ച്. നിങ്ങൾ നോക്കൂ, ഒരു മാസം കൊണ്ടുള്ള പരിവർത്തനം അത്ഭുതകരമായിരിക്കും.
ഒരുവിധം പ്രശ്നങ്ങളൊന്നും നിങ്ങളെ, ഉറക്കെ പറയൂ, ഈ മനോബലവും ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെയും നയിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? മനോബലവും മനോധൈര്യവും ഉള്ളവരെടുത്ത് മറ്റുള്ളവരും ഒത്തുകൂടും. അപ്പൊ നോക്കൂ, നിങ്ങൾ സ്വാമി ഉദിച്ചതിന് അവിടെ വരുമ്പോൾ നിങ്ങൾ വരുന്നു എന്ന് കേട്ടത് വന്നത് എന്തെങ്കിലും ഒരു അറിവ് എന്നിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ആണോ അല്ലയോ? എനിക്കത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു പക്ഷെ TV കാര്യങ്ങളിലൂടെ ആയിരിക്കും. ആണോ? ഞാനത് നിരന്തരം പ്രയത്നിച്ച് പരിശീലിച്ചെടുക്കുന്നതല്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആണോ അല്ലയോ? ഒരാൾ നിരന്തരം പ്രയത്നിക്കും തോറും അവർക്ക് ആ കഴിവും ശക്തിയും ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ നാളെ നിങ്ങളുടെ കൂടെയും മക്കളുണ്ടാവും, നിങ്ങളുടെ കൂടെയും ആളുകളുണ്ടാവും. കാരണം നിങ്ങൾക്കും ആ മനോബലവും മനോശക്തിയും ഒക്കെ ഉണ്ടാവുമോ? അത് വേണ്ടതല്ലേ? പ്രായമാകും തോറും നമ്മളിൽ നിന്ന് ആളുകൾ അകലെയാണോ വേണ്ടത്, നമ്മളോട് അടുക്കുകയാണോ വേണ്ടത്? അറിയോ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് പ്രായമുള്ളവരിൽ നിന്ന് ആളുകൾ അകലുന്നത്? രണ്ട് കാര്യമാണ്. ഒന്ന്, അവശതയെ പറയുള്ളൂ, പിന്നെ കുറ്റങ്ങളെ പറയുള്ളൂ. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? പ്രായമുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ റെസ്പെക്ട് നഷ്ടപ്പെടാൻ കാരണം? ഇപ്പം തുടങ്ങും എന്ന് പറഞ്ഞാൽ പരാതി തന്നെ. നേരെ മറിച്ച് നിങ്ങളുടെ അടുത്ത് പരാതിയല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പോലും ഒരു ധൈര്യം കൊടുക്കുന്ന വാക്കുകളാണ് നിങ്ങൾ പറയുന്നെങ്കിൽ സ്നേഹം കൂടുകയില്ലയോ? അങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ഒരു കാര്യം ഓർക്കണം, സ്വഭാവം താനെ മാറില്ല. എന്തുകൊണ്ട് മാറില്ല? അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല. ഇരുട്ട് താനെ, എപ്പോഴും അത് ഓർത്താൽ മതി, ഇരുട്ട് താനെ മാറില്ല. ഇരുട്ട് മാറാൻ എന്താ വഴി? വെളിച്ചം കൊണ്ടുവരണം. ഇതുപോലെ ഈ പ്രശ്നങ്ങൾ മാറാൻ എന്താ വഴി? നാമജപത്തിലൂടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കണം. അതല്ലേ മാർഗം? ആണോ അല്ലയോ? അപ്പം അതിന് നമുക്ക് സാധിക്കട്ടെ. അതിനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതാണ് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് 1-2 ഭജനകളൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം. എന്തെങ്കിലും പറയാനുള്ള കാര്യം? അപ്പോൾ 1-2 ഫംഗ്ഷനും കൂടിയിട്ട്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭജന ചൊല്ലി കഴിഞ്ഞിട്ട് മതി. ഇപ്പോൾ ഒരു ഭജനയൊക്കെ ചൊല്ലി എല്ലാവരും നിവർന്നിരുന്ന് ഒരു കീർത്തനൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഉപസമരിപ്പിക്കാം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും ആളുകൾ ഈ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമിനായി വന്നു ചേർന്നത്. ഒരു പരിവർത്തനം വയനാട്ടിൽ നിങ്ങൾ ഉണ്ടാക്കണം. വേണോ വേണ്ടയോ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അനിൽജി നേരത്തെ പറഞ്ഞു, എത്ര ആളുകൾ വന്നു എന്നുള്ളതല്ല, ഇവിടെ എത്ര ആളുകളിലൂടെ സമൂഹത്തിനൊരു മാറ്റം ഉണ്ടായി. അപ്പൊ ഇനി നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ പരിശീലിപ്പിക്കണം. കയ്യിലൊരു ജപമാലയൊക്കെ ആയിട്ട് പോകണം. അപ്പൊ മറ്റുള്ളവരും എന്താ ഇവരുടെ കയ്യിലൊരു കുന്തമുണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെ കാണുമ്പോഴല്ലേ ഓരോന്ന് ചോദിക്കാൻ തോന്നുക. ആണോ അല്ലയോ? ഒരു ജപമാലയൊക്കെ ആയിട്ട് പോകണം. അപ്പൊ പറയണം, നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? ക്ഷതം ത്രാണനം ചെയ്യണം. അതാണ് ക്ഷേത്രം. പറഞ്ഞു കൊടുക്കണ്ടേ? ഏതൊക്കെയാണ് നമുക്ക്, ഏതൊക്കെ ശരീരമുള്ളത്? സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം. അപ്പൊ സ്ഥൂല ശരീരത്തിന് വേണ്ട പ്രാണശക്തിയും ഓക്സിജനും അമ്പലത്തിൽ നിന്ന് കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? പ്രദക്ഷിണം വെക്കുന്നത്. പിന്നെ സൂക്ഷ്മ ശരീരത്തിന് വേണ്ടുന്ന മനോബലം കിട്ടാൻ, ഏകാഗ്രത കിട്ടാൻ, ശക്തി കിട്ടാൻ ഏത് വേണം? അപ്പൊ നമ്മുടെ ദൈവീകമായ കഴിവുകൾ ഉണർന്നു വരും. ദുർബലന്മാർക്കൊരിക്കലും കഴിവുകൾ ഉണരുകയില്ല. ദുർബലന്മാരുടെ കഴിവുകൾ നിങ്ങൾ നോക്കൂ, പാടാനൊക്കെ കഴിവുണ്ടെങ്കിലും മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ ആ പാട്ട് കൊളായി കിട്ടുമോ? എന്താ ഒന്നും വേണ്ടാത്തത്? പ്രസംഗിക്കാൻ കഴിവുണ്ട്, പക്ഷേ മനസ്സിനൊരു ധൈര്യമില്ല. സ്റ്റേജ് കാണുമ്പോൾ മുട്ടുപറയ്ക്കണോ? പിന്നെ ആണെങ്കിൽ പോകേണ്ടതൊക്കെ പോകുന്നു. ഒരു ധൈര്യം ഉണ്ടാവുമോ പറയാൻ? നിങ്ങളുടെ കുട്ടികൾ പഠിക്കാത്തതുകൊണ്ടല്ല പരീക്ഷ പാസ്സാവാത്തത്, പഠിക്കാത്തത് കൊണ്ടല്ല അവര് പല ഇന്റർവ്യൂവിൽ നന്നാവാത്തത്, ജോലി കിട്ടാത്തത്. പലതിനെയും നേരിടാൻ കഴിവില്ലാത്തോണ്ടാണോ? കഴിവില്ലാത്തോണ്ടല്ല, മനോബലമില്ലാത്തോണ്ട. മനോബലമുള്ളവർ എങ്ങനെയെങ്കിലും കാര്യങ്ങളെ കൈകാര്യം ചെയ്യും, മാനേജ് ചെയ്യും. ഉണ്ടോ ഇല്ലയോ? മനോബലമുള്ളവരുടെ ശക്തി വേറെയാണ്. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീ, അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, എന്നാൽ ആ മനോബലത്തിന്റെ ശക്തി പറയാം. ഈ പാവം സ്ത്രീ ഒരു 2-2.5 പവന്റെ മാലയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോവുക. നടന്നൊരു കഥയാണ്. അമ്പലത്തിൽ പോകുന്ന സമയത്ത് 2-3 പിള്ളേർ ബൈക്കിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഈ വഴിക്ക് പോവാൻ ആളുടെ വീട്ടിലേക്ക് പോയി. ഏതോ ഒരാളുടെ വീട് പറഞ്ഞു, അവിടേക്ക് പോകാനുള്ള വഴി ഏതാണ്? എന്നിട്ട് ആ ചേച്ചിയോട് വഴിയൊക്കെ ചോദിച്ചു. പാവം ഇവർ വിശ്വസിച്ച് ഇവര് സത്യമാണ് ചോദിക്കുന്നത്. അവർ പറഞ്ഞത് ഈ വഴിക്ക് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിങ്ങോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ ഉടനെ ഇവരെന്ത് വെച്ചാൽ, ഈ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ കുറച്ച് കാശൊക്കെ താഴെയിട്ട് 50-100 നോട്ട് 2-3 എണ്ണം. അയ്യോ ചേച്ചി ചെയ്ത പൈസ പോയിരിക്കുന്നല്ലോ.
ചേച്ചി അങ്ങോട്ട് കുനിഞ്ഞതും മാല പൊട്ടിച്ചു. മാല പൊട്ടിച്ചതും ഇവര് വണ്ടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവര് വണ്ടി ഓഫായി. നോക്കണം ഓരോ ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചേച്ചി ഉണ്ടല്ലോ ഇത് ഒരൊറ്റ ചിരി. അങ്ങനെ ഇങ്ങനെ ഒരു പരിഹസിച്ചിരിച്ചാലും ഉണ്ടാവും. ഉറക്കച്ചിരി ചിരിച്ചു കഴിഞ്ഞാൽ എന്താ തോന്നുക? കളിയാക്കുന്ന പോലെ ചിരിച്ചാൽ എന്താ പൊട്ടിച്ചവന് മനസ്സിലാവുക? എന്താ പെട്ടെന്ന് തോന്നുക? സ്വർണമാലാണെന്ന് തോന്നുവോ? പറ്റിച്ചു എന്നുള്ളതല്ലേ ചിരി? അവൻ ആ മാല പുറത്തേക്ക് എറിഞ്ഞ ഒറ്റ പൊക്ക്, 2.5 പവന്റെ മാല. അപ്പൊ അതിനൊരു മനോബലം വേണ്ടേ? എന്താ മിണ്ടാത്തത്? മനോബലം ഇല്ലാതായിരുന്നെങ്കിലോ ഒരു കാര്യത്തിൽ അപ്പൊ തന്നെ അവര് മനസ്സിലായി എന്ത് അത് സ്വർണ്ണാണെന്നുള്ളത്. അവൻ കൊണ്ടുപോയി. ആണോ? ഇതിപ്പോ വിദ്യാഭ്യാസത്തിനെ ബേസ് ചെയ്തിട്ടാണോ മനോബലത്തിനെ ബേസ് ചെയ്തിട്ടാണോ? എന്താ വേണ്ടത്? മനോബലല്ലേ വേണ്ടത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ആണോ അല്ലയോ? ഇത് വേണ്ടേ നിങ്ങൾക്ക്? വേണോ? നാളെ അസുഖം വരുമ്പോ ഈ കുറെ ആൾക്കാർ മരിക്കുന്ന, ഈ സ്ട്രോക്ക് വന്ന് മരിക്കുന്ന കേട്ടില്ലേ? ഈ മനോബലം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരും, അതെന്നെ ചിന്തിച്ചുള്ള വെയിൻസ് ഒക്കെ വീക്കാക്കി ഒരു ദിവസം അടിച്ചും പോയി ആള്. എന്നിട്ട് എൻ്റെ കയ്യും കാലം പൊക്കാൻ പറ്റാതെ നടക്കണത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നല്ല മനോബലത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തളരില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയക്കാർ മരിക്കാത്തത്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് സ്ട്രോക്ക് അടിച്ച് മരിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഏറ്റവും മനോബലമുള്ളവർ രാഷ്ട്രീയക്കാരാണ്. എന്തിനും തൊലിക്കെട്ടി അവർക്ക്. നോക്കുന്നു, തോറ്റിട്ട് ഒരു ബല പ്രശ്നമില്ലല്ലോ അവർക്ക്. ഉണ്ടോ? നമ്മുടെ കുട്ടികളാണെങ്കിൽ തോറ്റ ആത്മഹത്യയില്ലേ? ഇവിടെ ഒരു പ്രശ്നമില്ലേ അവർക്ക്? മനോബലമില്ലേ അവർക്ക്? അതുകൊണ്ട് അവർക്ക് സ്ട്രോക്ക് തട്ടാത്തത്. മനോബലം ഉള്ളവർക്ക് എന്തില്ല? ഹാർട്ടും അടിച്ചു പോയില്ല, സ്ട്രോക്കും വരില്ല. വേണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി എന്ത് ചെയ്യണം? നാമജപമൊക്കെ ചെയ്യണം. തീരുമാനിച്ചോ? എത്ര പേര് തീരുമാനിച്ചു? നന്നാവാൻ. നന്നായി. നിങ്ങൾ നന്നായി, വീട് നന്നായി, കുട്ടികൾ നന്നായി, നാട് നന്നായി. വേണ്ടേ? ഇതാണ് നമുക്ക് ചെയ്യാൻ. എന്തായാലും ഒരു ദിവസം മരിക്കണം. അപ്പൊ നമ്മൾ നന്നായിട്ട് മരിക്കില്ലേ നല്ലത്? ഈ രീതിയിൽ തന്നെ ജീവിച്ച് മരിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താ ഒന്നും വേണ്ടാത്തത്? ഈ രൂപത്തിൽ തന്നെ മരിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണോ? അല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ മരിക്കണ്ടേ? തളരാതെ മരിക്കണ്ടേ? വേണോ? രണ്ട് രീതിയിൽ മരിക്കാൻ. നിങ്ങൾക്ക് അവശരായി ഹോസ്പിറ്റലിൽ കടന്ന് മരിക്കാം. എന്നാൽ മനോബലമുള്ളവര് ഒരു ആശുപത്രിയിലും കടന്ന് മരിക്കില്ല. അവർ സ്വസ്ഥമായിട്ട് വീട്ടിൽ കടന്ന് മരിക്കും. പണ്ടത്തെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഒക്കെ നല്ല മനോബലം. കാരണം കിലോമീറ്ററോളം നടന്നും ഒറ്റയ്ക്ക് ജീവിച്ചും ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടും ആണോ? നോക്കൂ, നിങ്ങൾ പഴയ കാലത്ത് 8ഉം 9ഉം ഒക്കെ പ്രസവിക്കില്ലായിരുന്നോ അമ്മമാര്? അവരൊറ്റയ്ക്കല്ലേ ആ കുട്ടികളെയൊക്കെ വളർത്തിയത്. അപ്പൊ അവർക്ക് അത്രയും എന്തുണ്ടായിരുന്നു? മനോബലം. അതുപോലെ അന്നത്തെ കാലത്ത് ആണുങ്ങളും ഈ കുട്ടികളെയൊക്കെ തീറ്റിപ്പറ്റി വളർത്തണ്ടേ? അതിന് അധ്വാനിക്കായിരുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അതിന് അടുത്ത വല്ല സാധനം കിട്ടുമോ? കിലോമീറ്റർ നടക്കണ്ടേ? ഇത്രയും കഷ്ടപ്പെട്ട. അപ്പൊ അവർക്കൊക്കെ അതൊക്കെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ അന്നത്തെ കാലത്ത് ആളുകൾക്ക് നല്ല എന്തുണ്ടായിരുന്നു? മനോബലം. ഈ മനോബലം ഉണ്ടാവണമെങ്കിൽ ചില അനുഷ്ഠാനം വേണം. എന്ത് വേണം? ആ അനുഷ്ഠാനം ചില സമയത്ത് ചെയ്താൽ ഗുണമാണ്. അതുകൊണ്ട് അമ്പലത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് കാലത്തെണീറ്റ് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് കൃത്യനിഷ്ഠ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്നറിയോ? നമുക്ക് ഈ സയൻസ് അറിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. നിങ്ങൾ നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാലത്ത് നിങ്ങൾ നോക്കൂ, പൂക്കളൊക്കെ വിടരുന്നത് കാലത്തല്ലേ? നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയനാട്ടിലാകുമ്പോൾ ചെടികളും മരങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥലം അല്ലേ? ചില മരങ്ങളുടെ ഇലകൾ രാത്രി ഉറങ്ങും, ഇലകളൊക്കെ കൂമ്പി അടയും. ഉണ്ടോ? ഏതെങ്കിലും അങ്ങനെ ഇലകളൊക്കെ അടഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ? തൊട്ടാവാടി മാത്രമേ കണ്ടുള്ളൂ. മരങ്ങളുടെ ഇലകളൊക്കെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇനി നോക്കിക്കോളൂ, നെല്ലി മരം, നെല്ലിയുടെ ഇലകളൊക്കെ ഉറങ്ങും. കണ്ടിട്ടുണ്ടോ? ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളുടെയും കോശങ്ങൾ സൂര്യൻ അസ്തമിച്ചാൽ അടയും. പ്രകൃതിക്കൊരു പ്രത്യേകത ഉണ്ട്. ചെടികൾക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഉള്ള നിയമം മനുഷ്യനും അതുപോലെ ബാധകം. നമുക്കായിട്ട് പ്രത്യേകിച്ചൊരു കേട്ടില്ല, നമുക്കായിട്ട് പ്രത്യേകിച്ചൊരു നിയമമില്ല. എല്ലാറ്റിനും നിയമം ഒന്നാണ്.
മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഓക്സിജൻ എടുക്കുന്നു, അവർ കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷെ എടുക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ശരീരത്തിൽ നിലനിർത്താനാണ്. ആണോ? എന്താ ഒന്നും വേണ്ടാത്തത്? മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഇപ്പൊ നമുക്കുള്ള സാധനങ്ങളൊക്കെ അവർക്കും കൊടുത്തിട്ടുണ്ട് പ്രകൃതി. ഒരു തവളയുടെ ശരീരത്തിലുള്ളത് മനുഷ്യ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ തന്നെയുള്ളൂ. മനസ്സിലായില്ലേ? എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ? മനുഷ്യനെ ഒരു പ്രത്യേക ജീവിയായി കണ്ടതാണ് ഇന്ന് നമുക്ക് പറ്റിയ അപകടം. മനുഷ്യനും പ്രകൃതിയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നു ഭാരതീയര്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏകം സത്വിപ്രാ ബഹുധാവത്. ഏകമാണ്, എല്ലാം ഒന്നാണ്. സർവം കൽവിതം ബ്രഹ്മ. എല്ലാം ഒരേ സത്യം തന്നെ. ഇന്ന് ഐൻസ്റ്റീൻ പഠിപ്പിക്കുന്ന സയൻസ് അതാ പഠിപ്പിക്കുന്നത്. അതായത് ഒരു മൈക്രോ സിസ്റ്റത്തിലുള്ളത് മാക്രോ സിസ്റ്റത്തിൽ പ്രകൃതിയുടെ ഒരു പരസ്പര താളാത്മകമാണ്. എല്ലാം പരസ്പരം ചേർന്നിരിക്കുകയാണ്. അപ്പൊ രാവിലെ തന്നെ ഒരു മുട്ടു വിരിയുമ്പോൾ മനസ്സിലാക്കണം, പ്രകൃതിയിലുള്ള എല്ലാ കോശങ്ങളും ഉണരുന്ന സമയമാണ് സൂര്യോദയ സമയം. സൂര്യോദയത്തിന് മുമ്പ് ആണോ? പശുക്കളൊക്കെ പാല് ചുരത്തി റെഡിയാണ് കറവിന്. ആണോ? ആണോ അല്ലയോ? എല്ലാം ഉണരുന്ന വികസിക്കുന്ന സമയമാണ്. പക്ഷികളൊക്കെ കരയുന്ന അപ്പോഴല്ലേ? എങ്കിൽ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ മനസ്സും വികസിക്കേണ്ട സമയം, ശരീരമൊക്കെ വികസിക്കേണ്ട സമയമാണ്. അത് നമ്മൾ കിടന്നുറങ്ങിയാലോ പിന്നെ ഇങ്ങനെ ബുദ്ധി വികസിക്കുക, പിന്നെ ഇങ്ങനെ ശരീരത്തിന് പ്രകൃതി ശക്തി തരിക. അപ്പൊ പ്രകൃതിക്ക് എഗെയിൻസ്റ്റ് ജീവിക്കരുത്. ആണോ? പ്രകൃതിക്ക് അനുകൂലമായിട്ടാണോ ജീവിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, 99% ഡോക്ടർമാർ പറയുന്ന ഒരു വാക്കെന്താ അറിയോ? ലോകത്തിലെ വലിയ, ഇനി ലോകം വിടും, കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധനാണ് ഡോക്ടർ ഗംഗാധരൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? അനവധി തവണ ഞങ്ങൾ ഒരുമിച്ച് ഫംഗ്ഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ ഡോക്ടർ ഗംഗാധരൻ, CK രാമേന്ദ്രൻ എന്ന് കേട്ടിട്ടുണ്ടോ? കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സീനിയർ ഡോക്ടറായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോക്ടർ വലിയത്താൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹമാണ് വാൾവ് കണ്ടെത്തി. കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു. ഇവരൊക്കെ ഡോക്ടർമാർ പറയുന്ന ഒരു മെയിൻ രോഗത്തിൻ്റെ കാരണം കൃത്യനിഷ്ഠയില്ലായ്മയാണ്. എന്താണ്? കൃത്യനിഷ്ഠയിൽ ജീവിച്ചാൽ തന്നെ പകുതി രോഗങ്ങളെ നമുക്ക് ഉറക്കെ പറയൂ മാറ്റിയെടുക്കാൻ. സത്യം അതാണ് അമ്പലത്തിൽ നിന്നും പറയുന്നത്, ഭഗവാനും പറയാനുള്ളതൊക്കെ തന്നെയാണ്. അത് നമ്മുടെ ഹിന്ദുക്കൾ കളഞ്ഞു കുളിച്ചു അങ്ങോട്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ കാലത്ത് നേരത്തെ എണീക്കുന്ന സ്വഭാവം വേണം. കാലത്ത് എണീറ്റ് കുളിയും കഴിഞ്ഞ് എങ്ങോട്ട് പോവുക? അമ്പലത്തിൽ പോയി ജപിക്കുന്ന ശീലം നോക്കൂ നിങ്ങൾ. അസുഖത്തിന് ഒരു അസുഖം അങ്ങനെ അടുക്കില്ല, വലിയ മരുന്നും കഴിക്കേണ്ടി വരില്ല. ഞാൻ നിങ്ങൾക്ക് സേവ് ചെയ്ത് തരുന്നത് കോടിക്കണക്കിന് രൂപയുടെ പൈസയാണ്. കോടി വേണ്ട, ലക്ഷങ്ങൾ പറഞ്ഞോളൂ. ഇന്നിപ്പോൾ ഒരു 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ലക്ഷങ്ങളുടെ ബില്ല് വരുന്ന കാലമാണ്. ആണോ? ആണോ അല്ലയോ? ശീലിച്ചു നോക്കൂ നിങ്ങൾ. ഒരു അസുഖത്തിനും ഒരു മരുന്നും നിങ്ങൾ കഴിക്കേണ്ടതായിട്ട് കാര്യമായിട്ട് വരില്ല. ചെറിയ ചെറിയ മരുന്നൊക്കെ കഴിച്ച്, എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ പല്ലിനൊരു ഇൻഫെക്ഷൻ വന്നു. അപ്പം എനിക്ക് അറിയുന്ന ഒരു ഡോക്ടർ പറഞ്ഞു, സ്വാമിജി പ്രോഗ്രാം നടത്തുന്നതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് അത് മാറേണ്ടി വരും, അല്ലെങ്കിൽ അത് സിവിയർ ആവും, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് കാത്തിരുന്ന് ഗാർഗിൾ ചെയ്ത് കളയും അത്. പക്ഷെ എനിക്ക് അത്ര ഒരു ആഴ്ച കഴിഞ്ഞ വീണ്ടും പ്രോഗ്രാം, കണ്ടിന്യൂസ് പ്രോഗ്രാം. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു ആൻറ്റിബയോട്ടിക് എടുക്കുക നല്ലത്. അപ്പം പിന്നെ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അതിൻ്റെ സബ്സിഡറി അതെടുക്കണം ഇതെടുക്കണം. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് സബ്സിഡറി ആയിട്ട് എന്താ കൊടുക്കേണ്ടത്? അപ്പം ഇന്ന സാധനം. അപ്പം അതെടുത്തുള്ളൂ, സംഗതി മാറി. ഇത്രയേ വേണ്ടു, പ്രശ്നം അത്രയും പരിഹരിക്കാൻ വേണ്ടു. ഇപ്പൊ കണ്ടമാനം ഗുളിക, അതിന് വേണ്ടിയിട്ട് ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. മനസ്സിലായില്ലേ? പെയിൻ കില്ലർ കേട്ടില്ലേ? അതിൻ്റെ കൂടെ ഒരു പെയിൻ കില്ലർ, അതിൻ്റെ ആൻറ്റി സ്വാലം ചെയ്യുന്ന അതിനുള്ള മരുന്ന്, പിന്നെ ആൻറ്റി ഗ്യാസ്ട്രിക് ആയിട്ടുള്ള മരുന്ന്. കേട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? ഈ തരത്തിലൊരു 6-7 ടാബ്ലറ്റ് ഒറ്റ കാര്യത്തിന് വേണ്ടി പരിഹരിക്കാൻ തരുമ്പോൾ എത്ര കമ്പനിയാണ് നമ്മൾ പൈസ കൊടുക്കണമെന്ന് അറിയോ? കുറേയൊക്കെ നമ്മുടെ ജീവിതചര്യകളാണ് നമുക്ക് രോഗം മാറാൻ ശക്തി തരുന്നത്. ആണോ? പഴയ കാരണവന്മാരുടെയൊക്കെ ശക്തി അതായിരുന്നു. കുട്ടികൾക്കൊന്നിനും ശക്തിയില്ല, കണ്ടമാനം ടാബ്ലറ്റ് കൊടുത്ത് തീർക്കുകയാണ് അമ്മമാര്. ആണോ? എല്ലാറ്റിനും പനി പിടിച്ച അപ്പം കൊടുത്തു, എന്ത് പാരാസെറ്റമോൾ കൊടുത്തു, തലവേദന വന്നാ മരുന്ന്. പണ്ടൊന്നും നമ്മൾ കേൾക്കാത്ത രോഗമല്ലേ ഇന്നിപ്പോൾ കുട്ടികൾക്കുള്ളത്. എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഇതൊക്കെ കുറേ മരുന്നിൻ്റെ അമിത പ്രയോഗം കൂടിയാണ്. മനസ്സിലായില്ലേ? മരുന്നും ഒരു രോഗമാണ്. അപ്പം അതുകൊണ്ട് രാവിലെ എന്ത് ചെയ്യണം? കാലത്ത് സൂര്യോദയത്തിന് മുമ്പ് എണീക്കണം. കൃഷ്ണനൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ബ്രാഹ്മേ മുഹൂർത്തവുത്തായ. എന്താ പഠിപ്പിക്കുന്നത്? അങ്ങനെ എണീക്കുന്നവരുണ്ടോ? അമ്പലത്തിൽ പോകുന്നവരുണ്ടോ? അതൊക്കെ കുറവാണ് നമുക്ക്. എത്ര പേര് ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് എണീക്കുന്നവരുണ്ട്? എന്നിട്ട് മൂത്രം ഒഴിച്ചു പോയി കിടക്കും. അത് തന്നെയാണ് ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തമല്ല, ബ്രഹ്മമൂത്രക്കാരാണ് അധികം. എങ്ങനെ ഹിന്ദു നന്നാവുക? നിങ്ങൾ പറയൂ. നിങ്ങൾ അല്ല, ഞാൻ തമാശയല്ല പറയണത്. ഇതാണ് ഹിന്ദു എന്ന് പറയുന്ന ജന്തുവിൻ്റെ അവസ്ഥ.
അതുകൊണ്ട് മാറ്റിയെടുക്കണം. നമ്മൾ ജന്തുക്കളാവരുത്. ആരാവണം? ഹിന്ദുക്കളാവണം. നമ്മുടെ പൂർവികർ തന്നിരിക്കുന്ന സംസ്കൃതി ഉൾക്കൊണ്ട് ജീവിക്കണം. വേണോ? എന്നിട്ട് നോക്കൂ, നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന മുഴുവൻ ആശുപത്രി. നിങ്ങൾ പഴയ കാലത്ത് നോക്കൂ, നിങ്ങൾ ആരോഗ്യ ആളുകളൊക്കെ കൂടുതൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക ആണോ? ഇന്നിപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറി. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എന്താ മനുഷ്യ ജീവിത രീതി മാറിപ്പോയി. ഇതിനൊക്കെയാണ് പറയാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാ പറയാ. എന്താണ്? ലൈഫ് സ്റ്റൈല് മാറിയപ്പോണ്ടായ ഡിസീസാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യണം? വീണ്ടും പഴയതിലേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനെ കാലത്ത് കാരണവന്മാരൊക്കെ എന്താ ചെയ്തത്? കാലത്ത് എന്താ ചെയ്തത്? രാവിലെ എണീറ്റോ, എന്നിട്ട് പായോ തലയണ കിടക്കൊക്കെ മടക്കി വെക്കുവോ? മടക്കി വെക്കുവോ? ഇന്നിപ്പോ ഒരു കാലത്ത് മടക്കി വെക്കേണ്ടാത്ത സാധനമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒക്കെ തലതിരിഞ്ഞു പോയില്ലേ ജീവിതം? പണ്ടൊക്കെ വീട്ടിന്റെ അകത്താണ് കഴിക്കുക, പുറത്താണ് കളയുക ആണോ? 1/2 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ആണോ? ഇന്നിപ്പോ എന്താ പറയാ മക്കള്? അമ്മേ നമുക്ക് പുറത്ത് കഴിക്കാൻ പോവാന്ന്. കഴിക്കല് പുറത്തും, കളയല്. കാലം പോയൊരു പോക്ക് നോക്കൂ. വെറുതെ ആണോ നമ്മൾ നന്നാവുക? കുട്ടി പുറത്തായി, പട്ടി അകത്തായി. ആരെ വീട്ടില് പട്ടിയുണ്ട് എന്ന്? കുട്ടികളോ അതൊക്കെ പുറത്താണെന്ന്. ജീവിതം നോക്കൂ നിങ്ങൾ. ഇന്നിപ്പോ മനുഷ്യന്റെ ജീവിതമൊക്കെ അവതാളത്തിലായി. എന്നിട്ട് നമ്മൾ ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കുക. ജീവനോടുകൂടി ഇരുന്ന് 2 തന്നിരുന്നു നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ശിവൻ പോലും പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ശിവപുരാണമൊക്കെ എടുത്ത് നോക്കൂ. പാവം കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന ആളാണ് ആര്? ശിവൻ. ശിവൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ്. അറിയോ നിങ്ങൾക്ക്? അല്ലത് പഠിച്ചിട്ടുണ്ടോ അതിനൊക്കെ? ശിവൻ രാവിലെ എണീറ്റ് എന്ത് ചെയ്യും? വിഷ്ണു സഹസ്രനാമം. അപ്പോഴാണ് പാർവതീ ദേവി ചോദിക്കുന്നത്, കേനോപായന ലഘുനാ വിഷ്ണോർ നാമ സഹസ്രകം പണ്ഡിതേ പണ്ഡിതേ നിത്യം ശോതുമിച്ഛാമിഹം പ്രഭോ. അപ്പൊ പരമശിവൻ പറഞ്ഞു കൊടുക്കാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സഹസ്രനാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ദേവി രാമനാമം ജപിച്ചാലും മതി. അപ്പൊ ശിവൻ എന്താ രാവിലെ ചെയ്യുന്നത്? ശ്രീരാമൻ എന്താ പരമശിവൻ എന്താ ചെയ്യുന്നത്? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇതൊന്നും ചൊല്ലാതെ അമ്പലത്തിൽ ചെന്ന് പരമശിവന്റെ മുന്നിൽ പരാതി പറഞ്ഞാൽ, ശിവൻ നമ്മുടെ രൂപത്തിൽ വരാൻ പറ്റിയാൽ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ പറയൂ. നിങ്ങൾ എന്താ പരമശിവൻ ചെയ്യുക? എന്താ ചെയ്യുക? ഒറ്റ എണ്ണം തന്നിട്ട് പോയി പഠിക്കുക എന്ന് പറയും. വല്ലതും ചൊല്ലാൻ നോക്കൂ. ഇവിടെ ഒന്ന് കേന്ന് പറഞ്ഞ് കരുതുകൊണ്ടിരിക്കണം. മനസ്സിലാവുണ്ടല്ലോ? കാരണം നമ്മളുണ്ടല്ലോ ഇപ്പൊ ഹിന്ദുക്കളല്ല, ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻസായി മാറി. ആരാണ്? ഈ ക്രിസ്ത്യൻസിന്റെ കൾച്ചർ കണ്ട് അവരാണ് ഈ പ്രാർത്ഥിക്കുക എന്നുള്ള വാക്ക് പഠിപ്പിച്ചത്. ആണോ? അല്ലയോ? അവര് പ്രാർത്ഥിച്ച് ഒരു വഴിക്കേ. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ പള്ളി പൂട്ടി വരികയാണ്. ഞാൻ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാള്, അമേരിക്കയിലൊക്കെ സപ്താഹം നടത്തുന്ന ആള്. പലപ്പോഴും ക്രിസ്ത്യൻ പള്ളിയിലാണ് സപ്താഹം നടത്തുക. അവിടെ നിന്ന് അവരില്ലപ്പോ. കാരണം അവർക്കിതിലൊന്നും താല്പര്യം ഇല്ലാതെ. പ്രാർത്ഥന ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരാൾക്കും ഒരാളുടെ പ്രശ്നം പ്രാർത്ഥിച്ച് മാറ്റാൻ എന്താ ഒന്നും വേണ്ടാത്തത് നിങ്ങൾ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇരുട്ടിനെ പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ അത് ചോദിച്ചാൽ മതി. മാറ്റാൻ പറ്റുമോ? ഇരുട്ടിനെ മാറ്റാൻ എന്താ വഴി? വെളിച്ചം കൊണ്ടുവരിക. ഇതുപോലെ ദുർബലതകൾ മാറ്റാൻ എന്താ വഴി? മനോബലം വർദ്ധിപ്പിക്കുക, അല്ലേ? അപ്പൊ അതിനെന്താ വഴി? നാമസങ്കീർത്തനം. അപ്പൊ പ്രാർത്ഥനയാണോ വേണ്ടത്? നാമസങ്കീർത്തനാണോ വേണ്ടത്? നാമജപങ്ങളല്ലേ വേണ്ടത്? ഇത് നമുക്ക് പരിശീലിച്ചെടുക്കാൻ സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമുക്കൊരു കീർത്തനൊക്കെ ചൊല്ലി സമയം ഏറെ വൈകുകയാണ്. അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, എന്നോട് അനിൽജി പറഞ്ഞതൊന്ന് പറയണമെന്ന്. ഞങ്ങൾ ഈ വർഷം നവംബറിൽ എന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ട്രെയിൻ നമുക്ക് റെൻറ്റിന് തരികയാണ്. ഫുൾ ട്രെയിൻ, ഒരു 8-9 പോകിയുള്ള ട്രെയിനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. ആ ട്രെയിനിലിങ്ങനെ വൃന്ദാവനം കേട്ടില്ലേ നിങ്ങൾ? മധുര വൃന്ദാവനം, അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രം. ഇപ്പം പുതിയ ക്ഷേത്രം പണിതിട്ടില്ലേ? അവിടുത്തെ ആ വിഗ്രഹം കാണേണ്ട വിഗ്രഹമാണ്. അത്ര സൗന്ദര്യത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നല്ലോ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ലേ? അതേപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം കേട്ടില്ലേ? കാശി നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായിരുന്നു ഒരു കാലഘട്ടത്തിൽ കാശി. അതുപോലെ ത്രിവേണി സംഗമം കേട്ടിട്ടുണ്ടോ? ഇപ്രാവശ്യം മഹാകുംഭമേള വരെയാണ്. എന്താണ്? അവിടേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു. 10 ദിവസം. ഇപ്പം ട്രെയിനിൽ
നമ്മളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാർ മാത്രമേ ട്രെയിനിലുണ്ടാവുള്ളൂ, വേറെ ഒരാളുണ്ടാവില്ല. ഭജനയും സത്സംഗവും രാമായണമൊക്കെ ആയിട്ട് നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ നമ്പർ കൊടുത്തു, നിങ്ങൾ അതൊന്ന് അനിൽജിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അനിൽജി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും നിങ്ങൾക്ക്. അപ്പോൾ അനിൽജിയുടെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഭജനയും പാട്ടൊക്കെ ആയിട്ട് പോവാം. ഈ ട്രെയിൻ ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെടും നവംബർ 19 എന്നാണ്, ഈ വരുന്ന നവംബറിൽ ട്രെയിൻ അവിടെ പുറപ്പെട്ട് പിന്നെ അത് കൊല്ലം, കോട്ടയം, പിന്നീട് അവിടെ നേരെ തൃശ്ശൂർ, എറണാകുളം, തൃശ്ശൂർ, പിന്നെ ഷൊർണൂർ, അത് കഴിഞ്ഞ് കാലിക്കറ്റ് വരും, തലശ്ശേരി വരും, കണ്ണൂർ വരും. നിങ്ങൾക്ക് ഇവിടെ അടുത്ത് എവിടെയാണ് സ്ഥലം? റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കണ്ണൂർ. കണ്ണൂരിൽ കയറി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളെ കണ്ണൂരിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. എവിടേക്കും പോകേണ്ട കാര്യമില്ല. ബാക്കി നിങ്ങളെ അവിടുന്ന് എവിടെ ഇറക്കണം ഒക്കെ അവർ പ്ലാൻ. ഇതൊക്കെ ഞങ്ങളല്ല ചെയ്യുന്നത് വാസ്തവത്തിൽ. ഇതെല്ലാം അതൊരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. നമ്മൾ അവരെ കംപ്ലീറ്റ് റെൻ്റ് ചെയ്തിരിക്കണമെന്ന് മാത്രം. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരാൾക്ക് 38,000 രൂപയാണ് ചിലവ്. എത്രയാണ്? 10 ദിവസത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത്. കാരണം അവിടെയും താമസിക്കണം, അവിടെ താമസത്തിന് റൂം ബുക്ക് ചെയ്യണം. ഒരു ദിവസം ട്രെയിനിലാണ് താമസമുണ്ടെങ്കിൽ ഒരു ദിവസം പുറത്താണ് താമസം. അപ്പം അതിൻ്റെ അവരുടെ ഒരു പിന്നെ ഭക്ഷണമൊക്കെ അവർ റെയിൽവേയിൽ തരുന്ന ഭക്ഷണമല്ല, സ്പെഷ്യൽ ഭക്ഷണമൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പെൻസൊക്കെയാണ് അവർ ഇത്രയും ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയൊക്കെ പോകുമ്പോഴും അത്രയ്ക്ക് ഏറെക്കുറെ ഉണ്ടാവില്ലേ, ഒരാൾക്ക് ഏറെക്കുറെ ഉണ്ടാവില്ലേ? അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിനിൽ പോയാൽ 6,000-7,000 രൂപ വേണ്ടേ? ട്രെയിനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, അവിടുന്ന് വണ്ടി എടുക്കണം, അവിടുന്ന് റൂം എടുക്കണം, വേണ്ടേ? അതിനൊക്കെ നമ്മൾ ചിലവ് കൂട്ടി നോക്കുമ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് കുറച്ചുകൂടി കാശ് അവർ നമ്മളടുത്ത് എടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ വരാം. അങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ടെന്നുള്ള വിവരം അറിയിക്കുകയാണ്. പിന്നെ എന്താണ് അടുത്ത കാര്യം? 1-2 കാര്യങ്ങൾ. ജൂലൈയിൽ നമുക്ക് ഗുരുപൂർണിമ വരും. എന്താണ്? എല്ലാവരും എന്ത് ചെയ്യണം? ഗീതയിലെ 2-ാം അധ്യായം ചൊല്ലണം. ഏതാണ്? ഇത് നമ്മുടെ കുട്ടികളിലേക്കും പ്രചരിപ്പിക്കണം. അതുകൊണ്ട് എല്ലാ മാതൃസമിതിക്കാരും, നിങ്ങൾ മറ്റുള്ള ക്ഷേത്രത്തിനൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരവരുടെ ക്ഷേത്രത്തിൽ ഇത് പ്രചരിപ്പിക്കണം. പിന്നെ അടുത്തത് കർക്കിടക മാസമാണ്. ഏതാണ്? കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് കുറച്ച് രാമായണം വായിപ്പിച്ച് ഈ നിങ്ങൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി, വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കാമല്ലോ നമുക്ക്, അല്ലേ? ഓരോ ക്ഷേത്രത്തിലും ക്രമേണ നമുക്ക് ഒരു രാമായണ മേള തന്നെ ഇവിടെ സംഘടിപ്പിക്കണം. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ നാട്ടിൽ രാമായണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീർത്ഥാടനം ഉണ്ടെന്നറിയോ? ഉണ്ടോ? എവിടെയത്? ഇത്രയേ നിങ്ങൾക്ക് വിവരമുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വയനാട് ജില്ലയിലൊരു ക്ഷേത്രം ഉണ്ട്, അല്ല വയനാട് ജില്ലയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അറിയോ നിങ്ങൾക്ക്? സീതാദേവി കുളിച്ചു എന്ന് പറയുന്ന പുൽപ്പള്ളിയിലൊരു സ്ഥലമുണ്ട്. കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു തീർത്ഥാടനം, അതിന് പറയാം അവര് രാമായണ പരിക്രമം. നിങ്ങളെല്ലാവരും പോകണം. ക്രമേണ അതൊരു 4 ദർശനം പോലെ ഇവിടെ ഒരു രാമായണ പരിക്രമ ദർശനം കൊണ്ടുവരണം. വേണ്ടേ? അപ്പോഴാണ് കേരളത്തിനകത്തും പുറത്തുള്ളവരൊക്കെ അങ്ങോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ തിരുനെല്ലിയിൽ വരുന്നത് പുറത്തുള്ളവരൊക്കെ അല്ലേ? ആണോ അല്ലയോ? ഇതുപോലെ ഇവിടെയും തീർത്ഥാടനമായിട്ട് മാറണം. അപ്പൊ നോക്കൂ, നമ്മുടെ ഹിന്ദുക്കൾ ഇവിടെ ഒന്നിച്ചു വരുമ്പോൾ മറ്റു മതസ്ഥർക്ക് മനസ്സിലാവും നമ്മൾ ഹിന്ദുക്കളും നല്ലൊരു ആത്മീയ ശക്തി ഉള്ളവരാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കാരണം മറ്റുള്ളവർക്കുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ ഇടയിൽ വളരെ, അവർക്ക് പറയൂ, കുറവാണ്. ആണോ? നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ നോക്കൂ, അവർ എത്ര വലിയ കൂട്ടായ്മകളാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അവരുടെ മുസ്ലിയാന്മാരുടെ സമ്മേളനമാണ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 10,000 പേരാണ് ഒത്തുകൂടിയത്. 10,000 പേര്, അതും മുസ്ലിയാന്മാർ. നമുക്കങ്ങനെ എത്ര പേരെ കിട്ടും നിങ്ങൾ നോക്കൂ. അതുകൊണ്ടല്ലേ അവരുടെ ഇത്രയും ഐക്യമുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു സൗദി അറേബ്യ ജയിലിൽ കിടക്കുന്നവന് 31 കോടി പിരിക്കാൻ പറ്റിയത്. ആണോ? ഹിന്ദുവിൻ്റെ കാര്യത്തിൽ നടക്കുമോ? കാരണം അങ്ങനെ ഒരു കൂട്ടായ്മയും ഐക്യവും നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ഒരു സമൂഹ ബോധമുള്ളവർ വളരെ കുറവാണ്. അങ്ങനെ സമൂഹ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ആശുപത്രി കിടന്ന രക്തം കൊടുക്കാൻ പോലും ആരും തയ്യാറാവുന്നത്. നമുക്കൊരു സമൂഹ ബോധം വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. നോക്കൂ, ഇന്ന് ഗൾഫിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും ഹിന്ദുക്കളാണ്.
ഇന്ന് നാളത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, കണ്ണൂരിലെ 2 പേര് ഗൾഫിൽ ആത്മഹത്യ ചെയ്ത വാർത്തയെ കാണാം. നിങ്ങൾ മനസ്സിലായില്ലേ? തൂങ്ങി എന്താണ് കൈയൊക്കെ ഞരമ്പ് മുറിച്ച് മരിച്ചു എന്നൊക്കെയുള്ളത്. എന്തേ മറ്റുള്ള മതങ്ങളിൽ അങ്ങനെ മരണം ഇല്ലാത്തത്? കാരണം അവർക്കൊരു പ്രശ്നം വരുമ്പോഴേക്കും മറ്റുള്ളവർ അതിന് സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളാരും ഇങ്ങനെ ഒരു ക്ഷേത്ര സംസ്കാരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല. രാവിലെ എണീറ്റ് നമ്മൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയല്ലോ, ക്രമേണ നമ്മളിലും ഒരു ഐക്യവും കൂട്ടായ്മയും ഉറക്കെ പറയൂ വരും. എപ്പോഴെങ്കിലും തൊഴുതാ പോരാ. രാവിലെ, അത് കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് പോയി എല്ലാവരും എന്തു ചൊല്ലണം? ലളിതാ സഹസ്രനാമം ക്ഷേത്രത്തിൽ ചൊല്ലുന്ന ഒരു സംസ്കാരം. പണ്ടൊക്കെ വീടുകളിൽ ചൊല്ലാമായിരുന്നു, പക്ഷെ അന്ന് ഇപ്പൊ എണ്ണം കുറവാണ് വീട്ടിൽ, അല്ലേ? ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാൾ ശക്തിയാണ് എന്ത്? കൂട്ടമായി ചൊല്ലുന്നത്. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വീണ്ടെടുക്കണ്ടേ? അപ്പൊ കുട്ടികളും സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞാൽ എങ്ങോട്ട് വരും? മേലൊക്കെ കഴുകി അമ്പലത്തിൽ വരും. നിങ്ങൾ നോക്കൂ, അവര് നല്ല കഴിവുള്ളവരായി, മിടുക്കന്മാരായി, മിടുക്കികളായി മാറും. മനസ്സിലായില്ലേ? പലപ്പോഴും നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസം കൊണ്ടാണ് രക്ഷപ്പെടണം. വിദ്യാഭ്യാസവും കഴിവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാനിപ്പോൾ പ്രഭാഷണം നടത്തുന്ന ആളാണ്. ഈ പ്രഭാഷണം ഞാൻ സ്കൂളിൽ പഠിച്ചതല്ല, കോളേജിൽ പഠിച്ചതല്ല, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചതല്ല. ഇത് സ്വയം വികസിപ്പിച്ചെടുക്കുന്നതാണ്. ആണോ അല്ലയോ? ഉറക്കെ പറയൂ. അതിന് വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഒരാളുടെ കഴിവും വിദ്യാഭ്യാസവും തമ്മിൽ യാതൊരു ബന്ധമില്ല. മനസ്സിലാക്കണം, അത് ദൈവീകമാണ്. ഇതാണ്, അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. നമ്മുടെ കുട്ടികളിലും ആ ദൈവീകമായ കഴിവുണ്ട്. അത് വളർത്താതെ പോയാൽ, വെറും ബുദ്ധി മാത്രം വളർന്നാൽ മാനസികമായ കഴിവുകളൊന്നും വളരില്ല. മനസ്സിലായില്ലേ? ഒരു പൂമ്പാറ്റയുടെ ഒരു ചിറക് മാത്രമാക്കി മറ്റത് വെട്ടിയാൽ അതിന് പറക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്, പക്ഷെ അവരുടെ കഴിവും ശക്തിയും വളർത്തുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരാണ് മനോബലം നഷ്ടപ്പെട്ട് മരിക്കുന്നതും തളരുന്നതും. ശരിയാണോ? മാറ്റമുണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? അതിനാവട്ടെ നമ്മുടെ ഈ ഒരു സത്സംഗം. അപ്പം ഇത്രയും ഇവിടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിപ്പിക്കുന്നു. ഒരു കീർത്തനമൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം, എന്നിട്ട് അടുത്ത ചടങ്ങിലേക്കും കിടക്കാം. എല്ലാവരും ഏറ്റു ചൊല്ലണം, നല്ല ശബ്ദത്തിൽ പാടണം, എല്ലാവരും കൈയടിച്ച് പാടണം. ഈ കൈയടിക്കുന്നതൊക്കെ നല്ല ഒരു നമ്മുടെ ശരീരത്തിൽ ഊർജ്ജശക്തി കൂട്ടാനാണ്. അപ്പം രാവിലെ തന്നെ നിങ്ങളൊന്ന് കൈയടിച്ച് നോക്കുക, ഒരു ഉണർവും ഉത്സാഹമൊക്കെ കൂടി വരും. അപ്പം ഭജനയൊക്കെ പാടുന്ന എന്തിനാണ്? ഈ കൈയടിച്ചൊക്കെ പാടുമ്പോണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ സ്ട്രോക്ക് എന്ന് കേട്ടിട്ടില്ലേ? തലയ്ക്കകത്തുള്ള ചില ഞരമ്പുകളൊക്കെ ഇല്ലേ? ഈ കൈയടിക്കുന്ന സമയത്ത് ഈ കൈകളിലൊക്കെ ഉള്ള വെയിൻസ്, ഞരമ്പുകൾ, അതിലൂടെ ഈ ശക്തി എന്ത് ചെയ്യും? ഈ പ്രഷർ ഈ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ കൈകളിലൊക്കെ പ്രഷറുണ്ട്, ഈ ഞരമ്പുകളുണ്ട്, ഉണ്ടോ? ആ പ്രഷർ ഞരമ്പുകൾക്ക് കിട്ടില്ലേ? അപ്പൊ ആ പ്രഷർ ഇങ്ങോട്ട് പോകും, നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കും. അപ്പൊ ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത. ഉറക്കെ പറയൂ നിങ്ങൾ. ഇതൊരു സയൻസാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ ഒരു സയൻസാണ്. ഇതിപ്പോ ഒരു ക്ലാപ്പിംഗ് ഒക്കെ തെറാപ്പിയാണ്. നിങ്ങൾക്കറിയാം, സ്ട്രോക്ക് ഒക്കെ വന്നവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കൊട്ടാനാണ്. നിങ്ങൾ ഈ ന്യൂറോ ഹോസ്പിറ്റലൊക്കെ പോയാൽ കാണാം, രാവിലെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൊട്ടുന്നത്. ഇത് പണ്ടേ കൊട്ടിയിരുന്നത് നന്നായിരുന്നു, ഇന്നിങ്ങനെ കൊട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് മസിൽ പിടിച്ചിരിക്കും, ഞാനൊക്കെ അറിയുന്ന സർവജ്ഞനാണെന്ന്. അങ്ങനെയൊന്നും ഞാൻ കൊട്ടൂല എന്ന്. അതൊരു തരം പിണറായി സ്വഭാവമാണത്. അല്ല, തമാശയില്ല. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാവരുത്. ഞാൻ ഒരാളെ കുറ്റം പറയല്ല. എല്ലായ്പ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, മാനേജ് ചെയ്യണം. വേണ്ടയോ? ഒരു പൊരുത്തമില്ലാതെ പോയി കഴിഞ്ഞാൽ, വാശി പിടിച്ചു കഴിഞ്ഞാൽ സമൂഹം ഒറ്റപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ. ഏത് രാഷ്ട്രീയമുണ്ട്, ഞാൻ പിന്നെന്താ വെച്ചാൽ അവരുടെ പാർട്ടിക്കാരെ അയാളെ കുറ്റം പറയുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആരോ പോസ്റ്റ് ചെയ്തിരിക്കണം, ഇനിയെങ്കിലും ചിരിക്കാൻ പഠിക്കുമെന്ന്. ആ മനുഷ്യൻ ചിരിക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ മസിൽ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളെപ്പോഴും എല്ലാറ്റിനോടും ചേരണം. വേണ്ടേ? അങ്ങനെ ഒരു മനസ്സുണ്ടോ നിങ്ങൾക്ക്? ചിരിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം. വേണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ പാട്ട് പാടുമ്പോഴൊക്കെ കൈ അടിക്കണ്ടേ? മസിൽ പിടിച്ചിരിക്കാൻ പാടുമോ? ഇല്ല. നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ്, നല്ലവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വയനാട്ടിൽ മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കയ്യൊക്കെ അടിച്ച് ഉഷാറായി പാടുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. നമഃ ശിവായ, ഓം നമഃ ശിവായ, ഹര ഹര ഭോലെ, നമഃ ശിവായ, നമഃ ശിവായ. ഓം പോരാ,
നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ സർവേശ്വരാ ശിവ സർവേശ്വരാ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ ഹര 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 നമഃ ശിവായ ശിവ 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 നമഃ ശിവായ ഹര 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 നമഃ ശിവായ ശിവ 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 നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ ഓർക്കെ നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.